ഓക്കെ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ 58ാമത് ബുക്ക് ആക്ട് ലൈക്ക് എ ലേഡി തിങ്ക് ലൈക്ക് എ മാൻ ബൈ സ്റ്റീവ് ഹാർവി. ഇതിന്റെ ഡിസ്കഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിതിന്റെ ഡിസ്കഷൻ ഒരു സൈലന്റ് പ്രയറോടുകൂടി ആരംഭിക്കാം. ഈ ബുക്ക് ഞാനാണ് സജസ്റ്റ് ചെയ്തത്. പക്ഷെ ഞാൻ സജസ്റ്റ് ചെയ്തെങ്കിലും ഞാൻ വായിച്ച ആദ്യത്തെ ഒരു കുറച്ച് വായിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ ഉഷയോട് പറഞ്ഞു, ഉഷ ഇത് ആണുങ്ങളെ പറ്റി മാത്രം എഴുതിയിരിക്കുന്ന ബുക്കാണല്ലോ, നമുക്കിത് എടുത്തത് മണ്ടത്തരമായോ എന്ന്. പക്ഷെ വായിച്ചു വന്നപ്പോഴാണ് ഇത് സ്ത്രീകൾക്ക് വേണ്ടി എഴുതിയിരിക്കുന്ന ബുക്കാണെന്ന് ഒരു അവയർനെസ് കിട്ടിയത്. ഇതൊരു സാധാരണ റിലേഷൻഷിപ്പ് അഡ്വൈസ് അല്ല, അതിനകത്ത് പറയുന്നതല്ല. പുരുഷന്മാർ എങ്ങനെ ചിന്തിക്കുന്നു, അതുപോലെ എങ്ങനെ തീരുമാനങ്ങൾ എടുക്കുന്നു, അത് സ്ത്രീകളും മനസ്സിലാക്കി ഇമോഷണലി ഹെൽത്തി ആയിട്ട് ഒരു പ്രാക്ടിക്കൽ ഡിസിഷൻ എടുത്തിട്ട് ചൂസ് ചെയ്യാം എന്നുള്ളതാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു ഐഡിയ എന്ന് പറയുന്നത് ബുക്ക്. പിന്നെ സ്റ്റീവ് ഹാർവി എന്ന് പറയുന്ന ആൾ ഒരു പോപ്പുലർ ആയിട്ടുള്ള അമേരിക്കൻ കൊമേഡിയൻ ആണ്, അതുപോലെ ടി വി ഹോസ്റ്റ് ആണ്, റിലേഷൻഷിപ്പ് അഡ്വൈസർ ആണ്. പുള്ളിക്കാരൻ ഈ ബുക്ക് എഴുതാനുള്ള ഒരു കാരണമായിട്ട് പറയുന്നത് അദ്ദേഹത്തിന്റെ ഈ കോമഡി ഷോയിലൊക്കെ ചില ചോദ്യങ്ങളൊക്കെ സ്ത്രീകളോട് ചോദിക്കും. അപ്പൊ സ്ത്രീകൾക്ക് ആ കോമഡിയിലൊന്നും അല്ല ഇൻട്രസ്റ്റ് എന്നാണ് അദ്ദേഹം പറയണത്. ഇതുപോലെയുള്ള മെന്നിനെ മനസ്സിലാക്കുന്നത് എങ്ങനെയാണ് എന്നുള്ള ചോദ്യങ്ങൾ വരാൻ തുടങ്ങി. അപ്പോഴാണ് അദ്ദേഹം ഇങ്ങനെ ഒരു ബുക്ക് എഴുതാമെന്ന് തീരുമാനിച്ചത്. അപ്പൊ ഇതൊരു മെൻസ് പോയിന്റ് ഓഫ് വ്യൂ ആണ്, പക്ഷേ ഇത് സ്ത്രീകൾക്ക് വേണ്ടി എഴുതപ്പെട്ട ബുക്കാണ്. പിന്നെ ഇതിനകത്ത് അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാല് അതിനകത്ത് ഒരു ഷുഗർ കോട്ടൊന്നുമില്ല, ഡയറക്റ്റ് ആയിട്ടാണ് പറയുന്നത്. എല്ലാ കാര്യങ്ങളും ഇങ്ങനെയാണ്, മെൻ ഇങ്ങനെയാണ് എന്നുള്ളത് പറയുന്നത് ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ആണ് ഇതിനകത്ത് നടത്തുന്നത്. അപ്പൊ ഈ ബുക്കില് സ്ത്രീകൾക്ക് വേണ്ടി എഴുതപ്പെട്ടതാണെന്ന് പറയാനുള്ള ഒരു കാരണം എന്ന് പറഞ്ഞാല് സ്ത്രീകൾ പലപ്പോഴും ചോദിക്കുന്ന ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളാണ് ഇതിനകത്ത് പറയുന്നത്. ഈ ബുക്കിൽ സ്ത്രീയും പുരുഷനും മ്യൂച്വലായി ഇരിക്കണം എന്നുള്ളതല്ലാണ്ട് സ്ത്രീകളെ കുറ്റപ്പെടുത്താനോ അല്ലെങ്കിൽ പുരുഷന്മാരെ കുറ്റപ്പെടുത്താനോ താരതമ്യ പഠനം ചെയ്യാനോ ഒന്നുമുള്ള ബുക്കല്ല ഇത്. സ്ത്രീകൾ അറിഞ്ഞിരിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. കാര്യം അമേരിക്കൻ രീതിയിൽ അവിടുത്തെ ഉള്ള ഒരു രീതിയിലൊക്കെയാണ് എഴുതിയിരിക്കുന്നതെങ്കിൽ നമുക്ക് ആവശ്യമുള്ളത് എടുത്താൽ മതിയല്ലോ നമുക്ക്. അപ്പം നമുക്കൊരു എന്താ പറയാ, ഒരു ജഡ്ജ്മെന്റിൽ അല്ലാതെ ഈ ബുക്കിനെ സമീപിച്ചാല് നമുക്ക് സ്ത്രീകൾക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് കിട്ടുന്നുണ്ട്. പ്രത്യേകിച്ചും ഒരു പെൺകുട്ടികൾക്ക് കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ഒരു ചൂസ് ചെയ്യാം, അതിന് എങ്ങനെ നമ്മൾ എക്യുപ്ഡ് ആക്കാം. ശരിക്കും പറയുകയാണെങ്കിൽ ഒരു പ്രീ മാരിറ്റൽ കൗൺസിലിങ്ങിന്റെ ഒരു ക്ലാസ് എടുക്കുന്ന രീതിയിലാണ് അദ്ദേഹം ഈ ബുക്ക് എഴുതിയിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ബുക്കിന് വളരെയധികം പ്രാധാന്യമുണ്ട്. ഞാൻ വായിച്ചത് അതിന്റെ ഫസ്റ്റ് 3 ചാപ്റ്റേഴ്സ് ആണ്. അതിനകത്ത് ആദ്യത്തെ ഇൻട്രോഡക്ടറി ചാപ്റ്ററിൽ അദ്ദേഹം പറയുന്നത് ചൂസ് വൈസ്ലി എന്ന് തന്നെയാണ്. എന്ന് പറഞ്ഞാൽ നമ്മള് ഈ സ്ത്രീകൾ എങ്ങനെയാണ് ഒരു പുരുഷനെ ചൂസ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് അപ്രോച്ച് ചെയ്യേണ്ടത് എന്നുള്ളതിന് പ്രത്യേകമായിട്ട് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പൊ ഇതിനൊരു സ്ത്രീകളെ ചേഞ്ച് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തിലല്ല അദ്ദേഹം എഴുതിയിരിക്കുന്നത്. സ്ത്രീകൾ ഇതിൽ നിന്ന് അവർക്ക് കിട്ടിയ അവയർനെസ് കൊണ്ട് എങ്ങനെ റിയൽ ലൈഫിൽ എങ്ങനെ അവർക്ക് പ്രയോജനപ്പെടുത്താം എന്നുള്ളതാണ് അദ്ദേഹം ഇതിനകത്ത് പറയുന്നത്. അപ്പൊ ഞാൻ എന്റെ ചാപ്റ്ററിന്റെ കൂടി ഒന്ന് പോയിട്ട് ഞാൻ അടുത്ത ആൾക്ക് കൊടുക്കാം, അതായിരിക്കും ബെറ്റർ. പിന്നെ അടുത്ത ചാപ്റ്റർ വാട്ട് ഡ്രൈവ്സ് മെൻ എന്നുള്ളതാണ്. അപ്പൊ അദ്ദേഹം പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് 3 കാര്യങ്ങളാണ് മെന്നിനെ ഡ്രൈവ് ചെയ്യുന്നത്. ഒന്ന്, ഹൂ ഹീസ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഈ പുരുഷന്മാരുടെ ഐഡന്റിറ്റി എന്താണ്. പിന്നെ അതുപോലെ തന്നെ വാട്ട് ഹി ഡസ്, പ്രൊഫഷൻ അല്ലെങ്കിൽ വർക്ക് അല്ലെങ്കിൽ അതിനെപ്പറ്റിയാണ്. അതാണ് ഡ്രൈവ് ചെയ്യുന്ന വേറൊരു ഫാക്ടർ. ഇനി മൂന്നാമത്തെ ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഇൻകം, എന്തോരം അദ്ദേഹം എന്താ പറയാ സമ്പാദിക്കുന്നുണ്ട് എന്നുള്ളത്. അവിടെ അത് 3 ഇമ്പോർട്ടന്റ് ആണ് മെന്നിന്റെ ലൈഫിൽ എന്നാ പറയണത് അദ്ദേഹത്തിന്. അപ്പൊ ഇത് അദ്ദേഹം പിന്നെയും പറയുന്നുണ്ട്, ഇത് അവരുടെ DNA ഉള്ളതാണെങ്കിൽ തന്നെ സൊസൈറ്റി ഇത് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്.
കാരണം സോഷ്യലി അക്സെപ്റ്റബിൾ ആവണമെങ്കിൽ എപ്പോഴും എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താ, നീ അങ്ങനെയാവരുത്, നീ കരയരുത്, അങ്ങനെ പുരുഷൻ എങ്ങനെയായിരിക്കണം എന്ന് സൊസൈറ്റിക്ക് ഒരു ചിന്തയുണ്ട്. ആ ചിന്ത ഇവരിൽ അടിച്ചേൽപ്പിച്ചിട്ട് ഇത് വളർന്നു വരുംതോറും ആ ചിന്തകളിലാണ് ഇവരിത് ഈ ഡ്രൈവ് മൂന്നും ഡെവലപ്പ് ചെയ്തിരിക്കുന്നതെന്നാണ് അദ്ദേഹം ഇതിനകത്ത് പറയുന്നത്. ഇനി അടുത്ത ചാപ്റ്റർ എന്ന് പറയുന്നത് അതിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ലവിനെ കുറിച്ചാണ്. എങ്ങനെയാണ് ഒരു പുരുഷന്റെ ലവ് എന്നും എങ്ങനെയാണ് ഒരു സ്ത്രീയുടെ ലവ് എന്നും. സ്ത്രീ ലവ് കംപ്ലീറ്റ്ലി ഇമോഷണലി അറ്റാച്ച്ഡ് ആയിരിക്കും. അങ്ങനെയാണ് അതിന്റെ ലവ് പ്രകടിപ്പിക്കുക. പക്ഷെ പുരുഷൻ അങ്ങനെയല്ല. പുരുഷന്റെ ലവ് എന്ന് പറയുന്നത് സപ്പോർട്ട്, ലോയൽറ്റി, റെസ്പെക്ട് ഇതിനൊക്കെ ബേസ് ചെയ്തിട്ടാണ് കമ്മിറ്റ്മെന്റ് ഉണ്ടാക്കുക. അപ്പൊ ഇവിടെയും നമ്മൾ ഈ സ്ത്രീകൾ ശ്രദ്ധിക്കാനുള്ള കാര്യം പുരുഷന്റെ ലവ് എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കി നമ്മൾ എങ്ങനെയാണെന്ന് മനസ്സിലാക്കി ഒരു വൈസ് ഡിസിഷൻ എടുക്കണമെന്നാണ് അദ്ദേഹം ഇതിനകത്ത് നിന്ന് പറഞ്ഞു തരുന്നത് നമുക്ക്. അല്ലാതെ പുരുഷന്മാർ അങ്ങനെയാണ്, നിങ്ങൾ അതിനോടുകൂടി സപ്പോർട്ട് ചെയ്തോളണം എന്നൊരു വാക്കല്ല അവിടെ അദ്ദേഹം അതിനകത്ത് പറയുന്നത്. പുരുഷന്മാർ ഇങ്ങനെയൊക്കെയാണ്, നിങ്ങളും ഇങ്ങനെയൊക്കെയാണ്. അപ്പൊ നിങ്ങൾ എങ്ങനെ അവരെ അപ്രോച്ച് ചെയ്യണം, ഈ മെന്നിനെ എങ്ങനെ അപ്രോച്ച് ചെയ്യണം എന്നുള്ളതിന് ഒരു നല്ലൊരു ഡയറക്റ്റ് ആയിട്ടുള്ള കുറെ എക്സാമ്പിൾസ് ഒക്കെ കൊടുത്തിട്ടാണ് അദ്ദേഹം ആ ചാപ്റ്റർ വിവരിക്കുന്നത്. പിന്നെ അടുത്ത ചാപ്റ്റർ എന്ന് പറഞ്ഞത് ദ കുക്കി, തേർഡ് ചാപ്റ്റർ, ദാറ്റ് ഇസ് എ ഫിസിക്കൽ ഇന്റിമസി. എന്താണ് പുരുഷന് ഫിസിക്കൽ ഇന്റിമസി, ഫിസിക്കൽ നീഡ് എന്താണ്? അപ്പം അവിടെ പറയുന്നത് എന്താന്ന് വെച്ചാല് ഈ ബോണ്ടിങ് നടക്കുന്നത് പുരുഷന്മാർക്ക് ബോണ്ടിങ് നടക്കുന്നത് ഈ ഫിസിക്കൽ ഇന്റിമസി കൂടിയാണ്. ദാറ്റ്സ് എ നീഡ്, ഫിസിക്കൽ നീഡ് എന്നാണ് പറയുന്നത്. പക്ഷെ സ്ത്രീകൾക്ക് അങ്ങനെയല്ല. സ്ത്രീകൾക്ക് കംപ്ലീറ്റ് റിലേഷൻഷിപ്പിൽ കൂടിയാണ് ഒരു ഇന്റിമസി ഡെവലപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം അവരുടെ ഇന്റിമസി ഇങ്ങനെയാണ് എന്ന് മനസ്സിലാക്കി നമ്മളുടെ ഇന്റിമസി ഇങ്ങനെയാണെന്ന് മനസ്സിലാക്കിയിട്ട് ഒരു വൈസ് ഡിസിഷൻ എടുക്കണമെന്നാണ് അദ്ദേഹം പറയുന്നത്. ലവ് ലാംഗ്വേജിന്റെ കാര്യം അദ്ദേഹം പറയുന്നുണ്ട്. എങ്ങനെയാണ് ഫിസിക്കൽ ഇന്റിമസി ഈസ് ദ ലവ് ലാംഗ്വേജ് ഓഫ് മെൻ. അവർ കണക്ട് ചെയ്യുന്നത് ആ ഫിസിക്കൽ ഇന്റിമസി അല്ലെങ്കിൽ സെക്സിൽ കൂടിയാണ്. പക്ഷെ ഒരു വിമൻ, സ്ത്രീകള് അത് മനസ്സിലാക്കണം. അപ്പൊ അവർക്ക് ആവശ്യമുള്ളത് എന്താണെന്നുള്ള ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷനിൽ കൂടി പുരുഷനുമായിട്ട് സംസാരിച്ചിട്ട് വേണം ആ ഡെവലപ്മെന്റ് അല്ലെങ്കിൽ അവരുടെ ഇന്റിമസി അവർ ഡെവലപ്പ് ചെയ്യാൻ എന്നുള്ളതാണ് മൂന്നാമത്തെ ചാപ്റ്ററിലായിട്ട് അദ്ദേഹം ഇതിനകത്ത് പറയുന്നത്. അപ്പൊ ഇങ്ങനത്തെ 3 ചാപ്റ്ററാണ് ഞാൻ വായിച്ചത്. അപ്പൊ എനിക്കിത് വായിച്ചപ്പോൾ മനസ്സിലായ ഇൻസൈറ്റ് എന്ന് പറഞ്ഞാല് ഇത് സ്ത്രീകൾ വായിച്ചിരിക്കേണ്ട ബുക്കാണ്, പുരുഷന്മാർ വായിക്കേണ്ട ബുക്കല്ല. സ്ത്രീകൾ വായിച്ചിട്ട് ഇതിന്റെ ഓരോ ചാപ്റ്ററിലും ഓരോ എന്താ പറയാ, ഓരോ ഉപദേശങ്ങൾ, അഡ്വൈസ് എന്ന് പറഞ്ഞാലും ശരിയാവില്ല, ഓരോ ഇൻസൈറ്റ് ഷെയർ ചെയ്യുന്നുണ്ട് അദ്ദേഹം. അത് നമ്മൾ മനസ്സിലാക്കിയിട്ട് അതേപോലെ അവരെ അപ്രോച്ച് ചെയ്യണം. എങ്ങനെ ഒരു മാനിനെ അപ്രോച്ച് ചെയ്യണം എന്നുള്ളതിന് ഒരു നല്ല എക്സാമ്പിൾസിൽ കൂടി പറഞ്ഞു തന്നിരിക്കുന്ന ഒരു നല്ല ബുക്കാണ്. ഇത് ആരെയും അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്താനുള്ളതല്ല, അല്ലെങ്കിൽ മെന്നിനെ പൊക്കി കാണിക്കാനോ താഴ്ത്തി കാണിക്കാനോ ഒന്നുമുള്ള ബുക്കല്ല. ബിഗിനിങ്ങിൽ എനിക്ക് വന്ന ഒരു ഡൗട്ട് ഇത് തന്നെയായിരുന്നു. ഇനിയിപ്പോ സ്ത്രീകളെ താത്തി കാണിക്കാൻ വേണ്ടിയിട്ട് ഇദ്ദേഹം എഴുതി കൂട്ടിയതാണോ എന്നുള്ളതൊക്കെ ഒരു ഡൗട്ട് വന്നിരുന്നു. പിന്നെ ഇതിൽ വായിച്ചു പോന്നപ്പോഴാണ് അതൊന്നുമല്ല, ശരിക്കും പറയുകയാണെങ്കിൽ സ്ത്രീകൾക്ക് വേണ്ടി അദ്ദേഹം ഒരു പുരുഷൻ എഴുതിയ ബുക്കാണ്. അതുപോലെ പുരുഷൻ അദ്ദേഹം ഇതിനകത്ത് ഷുഗർ കോട്ട് ചെയ്ത് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു വാക്കാണ് കേട്ടോ. ഷുഗർ കോട്ടിങ് ഒന്നും ഇല്ലാതെ ഡയറക്റ്റ് ആയിട്ടാണ് എല്ലാം പറയുന്നത്. ഇങ്ങനെയാണ് ഞങ്ങള്, ഇങ്ങനെയാണ് ഒരു പുരുഷൻ, നിങ്ങൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഇത്രയാണ് എനിക്ക് എന്റെ ഇതിൽ നിന്ന് ഇൻസൈറ്റ് പറയാനുള്ളത്. ഇനി അടുത്ത ചാപ്റ്റേഴ്സ് വായിച്ചത് റസിന മാം ആണ്. ഓവർ ടു റസിന മാം. Okay, good evening all of you. സൗണ്ട് ഒന്നും ക്ലിയർ അല്ല എങ്കിലും ഞാൻ വായിച്ച ഒരു ചാപ്റ്റർ ചെറിയ ചാപ്റ്റേഴ്സ് ആണ്. വളരെ മീൻസ് എന്താണ്, നമ്മൾ ഇതുവരെ ഡീൽ ചെയ്ത പുസ്തകങ്ങളെ അപേക്ഷിച്ച് ചെറിയ ഒരു കുറച്ച് കാര്യങ്ങളാണ് എനിക്ക് കിട്ടിയ ചാപ്റ്ററിൽ എനിക്ക് പ്രസന്റ് ചെയ്യാനുണ്ടായിരുന്നത്. എങ്കിലും ആലീസ് മാഡം പറഞ്ഞതിനോട് ഞാൻ പൂർണ്ണമായിട്ട് യോജിക്കുകയാണ്. വളരെ പ്രാക്ടിക്കൽ ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു പുസ്തകം, അതാണ് ഇതിനെപ്പറ്റി എനിക്ക് തോന്നിയത്. പിന്നെ ഒരു കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ് എന്നുള്ള രീതിയിൽ എൻ്റെ അടുത്ത് വരുന്ന കേസുകളിലെല്ലാം തന്നെ ഞാൻ കണ്ടിട്ടുള്ള, ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന, ഇപ്പൊ ഹസ്ബൻഡും വൈഫും വന്നാൽ എന്നെ ഇദ്ദേഹത്തിന് സ്നേഹമില്ല, കെയർ ചെയ്യുന്നില്ല, സമയം തരുന്നില്ല, ഇഷ്ടപ്പെടുന്നില്ല. പിന്നെ അവര് ചിലപ്പോൾ ഇങ്ങനെ പറയും, പകലൊന്നും കെയർ ചെയ്യാതെ രാത്രി ഇങ്ങനെ സ്നേഹവുമായിട്ട് വരുമ്പോൾ നമുക്ക് അങ്ങോട്ട് ദേഷ്യമാണ് വരുന്നത്. ഇത് എക്സാക്ട്ലി ഒരുപാട് സ്ത്രീകൾ നമ്മളോട്, അതോടെ അവരുടെ പല ബന്ധങ്ങളും
ഇദ്ദേഹത്തിന് എന്നോട് ഇന്റിമസി ഇല്ല, സ്നേഹമില്ല. വേറെ വല്ല സ്ത്രീകളെ പറ്റി പറയുമ്പോഴത്തേക്ക് വാദോരാതെ സംസാരിക്കുന്നു, എന്നോട് അങ്ങനെയില്ല. ഇതൊക്കെ അവരുടെ മറ്റ് ലൈഫിന്റെ മറ്റ് ഡയമെൻഷൻസിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ പറയുമ്പോൾ ഞാൻ നമ്മുടേതായ രീതിയിൽ പറഞ്ഞു കൊടുത്തുകൊണ്ടിരുന്ന പല പ്രാക്ടിക്കൽ സൊല്യൂഷൻസും എനിക്ക് ഞാൻ വായിച്ച ഈ ചാപ്റ്ററിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. ഈ അടുത്ത കാലത്ത് എൻ്റെ അടുത്ത് വന്ന ഇതേ പ്രോബ്ലമായിട്ട് വന്ന ഒരു കപ്പിളിന് ഞാൻ ഈ ബുക്ക് ഒന്ന് വായിക്കണം എന്ന് സജസ്റ്റ് ചെയ്യുകയും ചെയ്തു. കാരണം എൻ്റെ ഒരുപാട് സമയം ലാഭിക്കാം, നിങ്ങൾ ഈ ബുക്ക് ഒന്ന് വായിച്ചു നോക്ക് എന്ന് ഞാൻ പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഇതൊരു ഇൻസൈറ്റ് ഡെവലപ്പ് ചെയ്യുന്ന ഒരു നല്ല പുസ്തകമായിട്ടാണ് എനിക്ക് തോന്നിയത്. അല്ലെ, 2-3 പോയിന്റ് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ആദ്യത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത്, മെൻ ടോക്കിംഗ് ഈസ് നോട്ട് എ മാൻസ് ബിസിനസ് എന്ന് പറഞ്ഞാൽ, ഈ വർത്തമാനം പറയുന്നതും അത് വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്നതും വർത്തമാനം പറയാൻ താല്പര്യവും ഒന്നും പുരുഷന്മാർക്ക് പൊതുവേ ഇല്ല. അത് അവരുടെ ബിസിനസ് അല്ലെന്നാണ് പറയുന്നത്. അതേ സമയത്ത് വർത്തമാനം പറയാനും വർത്തമാനം കേൾക്കാനും എത്ര കൂടുതൽ കുത്തി വർത്താനം പറയാനും അതിന്റെ മൈന്യൂട്ട് ഡീറ്റെയിൽസിലേക്കൊക്കെ പോകാനും ഒക്കെ സ്ത്രീകൾക്ക് ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ടോക്കിംഗ് ഈസ് എ വുമൺസ് ബിസിനസ് എന്നാണ് അദ്ദേഹം ആദ്യത്തെ ഒരു പോയിന്റിൽ പറഞ്ഞു വെക്കുന്നത്. ഇവിടെ കുറെ കാര്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട്. ഇപ്പൊ പുറത്തു പോയിട്ട് ഒരു പുരുഷൻ വീട്ടിനകത്തോട്ട് കയറി വന്നാൽ എവിടെ പോയി, എന്തിനു പോയി, എന്താ താമസിച്ചത്, അവിടെ എന്ത് കണ്ടു, അങ്ങനെ എല്ലാം. പക്ഷെ ഹി ഡസൻ വോണ്ട് ടു സ്പീക്ക് ലൈക്ക് ദാറ്റ്. എന്തിനീ ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നു, അതാണ് റിയാക്ഷൻ. പക്ഷെ സ്ത്രീകൾക്ക് അതൊരു സ്നേഹമില്ലായ്മയും അടുപ്പമില്ലായ്മയും ആയിട്ടൊക്കെയാണ് അവർ തെറ്റിദ്ധരിക്കുന്നത്. ഇതല്ല എന്ന് മനസ്സിലാക്കണമെന്നാണ് അദ്ദേഹം പറയുന്നത്. ബിക്കോസ് മെൻ ഡു നോട്ട് വോണ്ട് ടു സ്പീക്ക് ലൈക്ക് എ വിമൺ. അവർക്ക് എവിടെ പോയി, എന്തുകൊണ്ട് താമസിച്ചു എന്നൊക്കെ ചോദിക്കുന്നത് ഭയങ്കര ഇറിറ്റേറ്റിംഗ് ആണ്. പക്ഷെ സ്ത്രീകൾക്ക് എല്ലാം ഇങ്ങനെ അറിയണം, എല്ലാം അവരോട് പറയുന്നത് സ്നേഹത്തിന്റെ ലക്ഷണമാണ് എന്ന് വിചാരിച്ച്, അതാണ് കൺസേൺ, അതാണ് കെയർ. പക്ഷെ ഇതൊന്നും പുരുഷനെ സംബന്ധിച്ചിടത്തോളം കെയർ അല്ല. ഈ ഒരു വ്യത്യാസം സ്ത്രീകൾ മനസ്സിലാക്കി പെരുമാറണം എന്നാണ് പറയുന്നത്. അടുത്തത്, എന്ത് ചെയ്താലും പുരുഷന്മാർക്കൊരു പ്ലാൻ ഉണ്ടാവുമെന്നാണ് പറയുന്നത്. എനിക്ക് ആ ഒരു സ്റ്റേറ്റ്മെന്റിലെ വളരെ ഒറിജിനലായിട്ടും റിയലിസ്റ്റിക്കുമായിട്ട് തോന്നിയത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ, ഡെഫിനറ്റ്ലി ദേ ഡു ഹാവ് എ പ്ലാൻ. ഒരു പെണ്ണിനെ പരിചയപ്പെടുമ്പോൾ, ഒരു പെൺകുട്ടിയുമായിട്ട് അടുക്കാൻ ശ്രമിക്കുമ്പോൾ, ഒരു സ്ത്രീയോട് വർത്തമാനം പറയുമ്പോഴൊക്കെ അവർ ആദ്യം തന്നെ അവരുടെ മനസ്സിലൊരു പ്ലാൻ ഉണ്ടാവും എന്ന് പറയുന്നു. അത് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ടൈപ്പ് ഓഫ് വിമൺ. അതും പറയുന്നുണ്ട്. ആ ഒരു സ്ത്രീയുമായിട്ട് അടുക്കുന്നു വേരിയസ് പേർപ്പസിന് വേണ്ടിയാണ്. ഒന്ന്, അവർക്ക് ലോയൽറ്റി ഇഷ്ടമാണ്. ലോയൽറ്റി ഉള്ള സ്ത്രീകളോട് അത് അവരുടെ ഒരു പ്ലാനാണ്. ഇവിടെ നിന്ന് ലോയൽറ്റി കിട്ടുമോ? പിന്നെ സപ്പോർട്ട്, അവർ ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെ ഒരു സപ്പോർട്ട് കൊടുക്കണം. അപ്പൊ അത് ഉള്ള സ്ത്രീകളെ. പിന്നെ ഉള്ളത് ഒരു ഫിസിക്കൽ റിലേഷൻഷിപ്പാണ്. ഈ 3 തരം പ്ലാനാണ് പുരുഷന്മാർക്ക് ജനറലി ഉള്ളത്. ഇത് സ്ത്രീകൾ മനസ്സിലാക്കണം. അപ്പൊ ഒരു വൈഫ് എന്നുള്ള രീതിയിൽ നമുക്ക് ലോയലാകാം, സപ്പോർട്ട് കൊടുക്കാം, സെക്ഷൽ റിലേഷൻഷിപ്പിന് നമ്മൾ ഓപ്പൺ അപ്പ് ആകാം. ഈ 3 കാര്യങ്ങളുണ്ടെങ്കിൽ ഒരു മാരീഡ് ലൈഫ് പെർഫെക്റ്റ് ആകും എന്നാണ് പറയുന്നത്. ഇനി എന്തെങ്കിലും ഇതിനകത്തില്ലെങ്കിലും ഒരു സപ്പോർട്ട് ഒരു കൊളീഗിൽ നിന്ന് കിട്ടിയാൽ, ഹി ഹാസ് എ പ്ലാൻ വിത്ത് ദറ്റ് കൊളീഗ് ടു ഗെറ്റ് ദ സപ്പോർട്ട്. ഇനി ഒരു പെൺകുട്ടി വളരെ ആകർഷകമായിട്ടിരിക്കുന്നു, ഒരുങ്ങിയിരിക്കുന്നു, സെക്ഷലി അപ്പീലിംഗ് ആയിട്ട് വരുന്നു. അങ്ങനെയാണെങ്കിൽ ഇമ്മീഡിയറ്റ്ലി ഒരു പുരുഷൻ, ഒരു ശരാശരി പുരുഷൻ ഒരു പ്ലാൻ ഉടനെ ഡെവലപ്പ് ചെയ്യും. അത് അദ്ദേഹം പറയുന്നത് തീർച്ചയായിട്ടും 99% ഓഫ് മെൻ അവര് ആ ആംഗിളിൽ കൂടെ ആ ഒരു പെൺകുട്ടിയെ നോക്കും. അതിന് നിങ്ങൾ സംശയിക്കേണ്ടെന്നാണ് പറയുന്നത്. പിന്നെ മോറലിസ്റ്റിക് വ്യൂ പോയിന്റിൽ നോക്കുകയാണെങ്കിൽ വളരെ മനോഹരമായിട്ടാണ് ആ ചാപ്റ്റർ എൻഡ് ചെയ്തിരിക്കുന്നത്. ഏതായാലും ഒരു പാഷനേറ്റ് ലവ് ആണ് എല്ലാ ബന്ധങ്ങളുടെയും തുടക്കം. അതിനുശേഷമാണ് ഒരു കമ്മിറ്റഡ് ലവിലേക്ക് പുരുഷന്മാർക്ക് പോകാൻ പറ്റുള്ളൂ. പക്ഷേ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ആദ്യം മുതലേ കമ്മിറ്റഡ്
ലവ് ആണ്. കല്യാണം കഴിച്ച പിറ്റേന്ന് മുതൽ കമ്മിറ്റഡ് ലവ് ആണ്. അപ്പൊ കമ്മിറ്റഡ് ലവ് പ്രതീക്ഷിക്കുന്നു, കമ്മിറ്റഡ് ലവ് അങ്ങോട്ട് കൊടുക്കാൻ തയ്യാറാകുന്നു. പക്ഷെ പുരുഷൻ ആദ്യം തുടങ്ങി കമ്മിറ്റ്മെന്റ് ഒന്നുമില്ല. ആ കമ്മിറ്റ്മെന്റ് ഒക്കെ ജീവിച്ച് വരുമ്പോൾ ഒരു ട്രസ്റ്റിൽ നിന്നും ഒക്കെ ഡെവലപ്പ് ചെയ്ത് വരുന്ന സപ്പോർട്ടിൽ നിന്നും ലോയൽറ്റിയിൽ നിന്നും ഒക്കെ ഉണ്ടാവുന്ന ട്രസ്റ്റിൽ നിന്നാണ് കമ്മിറ്റഡ് ലവ് പുരുഷന് വരുന്നത്. സ്ത്രീകൾക്ക് അങ്ങനെയൊന്നുമില്ല. ആദ്യം മുതലേ തന്നെ കമ്മിറ്റഡ് ലവ് പ്രതീക്ഷിക്കുന്നു, ഇത് കിട്ടണമെന്ന് ഇല്ല. അപ്പൊ അത് രണ്ടാമത്തെ ഒരു പോയിന്റ് സ്ത്രീകൾ മനസ്സിലാക്കിയിരിക്കണം എന്നാണ് പറയുന്നത്. പിന്നെ അദ്ദേഹം ഒരു കാര്യം പറയുന്നത്, 2-3 നല്ല മനോഹരമായ ഉദാഹരണങ്ങൾ പറയുന്നുണ്ട്. ഒരു TV പ്രോഗ്രാമിൽ അദ്ദേഹം പങ്കെടുക്കുകയാണ്. അപ്പൊ ഒരു ആങ്കർ ഉണ്ട്, നല്ല ബ്യൂട്ടിഫുൾ വെൽ ഡ്രസ്ഡ് വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു പെൺകുട്ടിയും അവിടെ ഉണ്ട്. ഈ ആങ്കർ, ഈ ഓദറും ഉണ്ട്, ഈ പെൺകുട്ടിയും ഉണ്ട്. ഈ ആങ്കറിനെ ഒന്ന് വാച്ച് ചെയ്തപ്പോ ഈ ഓദറിന് മനസ്സിലായി, ദ ആങ്കർ ഹാസ് എ പ്ലാൻ. എന്താണ് അദ്ദേഹത്തിന്റെ പ്ലാൻ? ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പെൺകുട്ടി ഇന്റർവ്യൂവിന് വന്നിരിക്കുമ്പം ലോയൽറ്റിയും സപ്പോർട്ടും ഒന്നും അല്ലല്ലോ, ഒരു ഫിസിക്കലി ഒരു പ്ലാൻ അദ്ദേഹം ഇട്ടു. ഇവളെ ഒന്ന് വളയ്ക്കാൻ പറ്റുമോ, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ അതാണ് പ്ലാൻ. അപ്പൊ ആ രീതിയിൽ വളരെ പൊളൈറ്റ് ആയിട്ടും വളരെ മനോഹരമായിട്ടും ഈ ആങ്കർ തന്നെ വളരെ അട്രാക്റ്റീവായിട്ടും ഒക്കെയാണ് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ വളരെ കൗതുകത്തോടുകൂടി നമ്മുടെ ഓദർ ഈ ആങ്കറിനെയും പെൺകുട്ടിയെയും വാച്ച് ചെയ്യുകയാണ്. അപ്പൊ ഒരു ബ്രേക്ക് വന്നപ്പം ഈ പെൺകുട്ടിയോട് അദ്ദേഹം ചോദിച്ചു, ആർ യു മാരീഡ് എന്ന് ചോദിച്ചപ്പോ ഐ എം മാരീഡ് എന്ന് പറഞ്ഞു. എന്നെ തെറ്റിദ്ധരിക്കരുത്, ഹൗ ഓൾഡ് ആർ യു എന്ന് ചോദിച്ചപ്പോ ഐ എം 40 years എന്ന് പറഞ്ഞു. അപ്പോൾ ഷീ ഡസൻ ലുക്ക് ഈവൻ 25 എന്നാണ് പറയുന്നത്. ഷീ ഈസ് ബ്യൂട്ടിഫുള്ളി ഡ്രസ്ഡ്, വെരി അട്രാക്റ്റീവ്. അപ്പോൾ എത്ര കുഞ്ഞുങ്ങളുണ്ട്? ഐ ഹാവ് 5 children എന്ന് പറഞ്ഞു. സോ 40 വയസ്സുള്ള 5 കുട്ടികളുടെ അമ്മയാണ് ഈ വന്നിരിക്കുന്നതെന്ന് ആങ്കറിന് യാതൊരു ബോധവും ഉണ്ടാവില്ല എന്ന് ഇദ്ദേഹത്തിന് മനസ്സിലാവുന്നു. അത് കഴിഞ്ഞപ്പം ഇദ്ദേഹം പറഞ്ഞു, ഞാൻ കുട്ടിയോടൊരു കാര്യം പറയാണ്, ദിസ് ആങ്കർ ഹാസ് എ പ്ലാൻ ഫോർ യു. അപ്പം ഇതിനൊന്നും മനസ്സിലായില്ല. അത് ചോദിച്ചു, പ്ലാനോ? ഹി ഹാസ് എ നിന്നെ ഒന്ന് വളയ്ക്കാൻ ഒരു പ്ലാൻ ഉണ്ട് എന്ന് അതിൻ്റെതായ ഭാഷയിൽ പറഞ്ഞപ്പോ, ഒരു ഇന്റർവ്യൂവിന് വന്നിട്ട് അങ്ങനെയൊക്കെ ഒരു പ്ലാൻ ഇടുമോ എന്ന് ചിരിച്ചുകൊണ്ട് പറഞ്ഞു. പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യ്, ഈ ബ്രേക്കിന്റെ സമയത്ത് യു ജസ്റ്റ് ടെൽ ദ ആങ്കർ ദാറ്റ് യു ആർ 40 years old ആൻഡ് യു ആർ മാരീഡ് ആൻഡ് ഹാവ് 5 children എന്നൊന്ന് പറയാൻ പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ ഷീ വെന്റ് ആൻഡ് സെഡ്, സർ പരിചയപ്പെടാൻ വന്നതാണ്, ഐ എം മാരീഡ് വുമൺ, ഐ എം 40 years old ആൻഡ് ഐ ഹാവ് 5 children, ഗ്ലാഡ് ടു മീറ്റ് യു എന്നൊക്കെ ആങ്കറിനോട് പറഞ്ഞു. ആങ്കറിന്റെ സർവ്വ ഇൻട്രസ്റ്റും പോയി. പിന്നെ ചോദിച്ച ചോദ്യമല്ല, ഒരു ആങ്കർ സീരിയസ് ആയിട്ട് മാറ്റർ ഓഫ് ഫാക്റ്റില് എന്ത് ചോദിക്കണോ അത് മാത്രം ചോദിച്ച് വളരെ ധൃതി പിടിച്ച് അദ്ദേഹം ആ ഇന്റർവ്യൂ അവസാനിപ്പിച്ചു. അത് കഴിഞ്ഞപ്പോ ഈ പെൺകുട്ടി വന്ന് ഓദറിനോട് പറഞ്ഞു, സർ ഐ അണ്ടർസ്റ്റുഡ് ദാറ്റ് ഹി ഹാഡ് എ പ്ലാൻ ഏർലിയർ. ഓക്കെ. അപ്പൊ ഇത് തന്നെ അദ്ദേഹം സ്വന്തം വീട്ടിലൊരു ഉദാഹരണവും പറയുന്നുണ്ട്. എന്റെ ഓർമ്മയിൽ നിൽക്കുന്ന 2-3 ഉദാഹരണമാണ് ഞാൻ പറയുന്നത്. അത് ഇദ്ദേഹത്തിന്റെ മകൾ ഒരു ദിവസം ഒരു ബോയ് ഫ്രണ്ടുമായിട്ട് വന്നു വീട്ടില്. അപ്പൊ അദ്ദേഹത്തിന്റെ ഫാദർ ഇൻ ലോ ഉണ്ട്, ഈ കുട്ടിയുടെ ഗ്രാൻഡ് ഫാദർ, ഇവരെല്ലാം കൂടി ഇരുന്ന് ഡിന്നർ കഴിക്കുകയാണ്. എല്ലാരെയും പരിചയപ്പെടുത്തി, ദിസ് ഇസ് മൈ ബോയ് ഫ്രണ്ട് എന്ന് പറഞ്ഞു. വിദേശ രാജ്യമാണല്ലോ, സോ എല്ലാവരും കൈയൊക്കെ കൊടുത്തു, ഡിന്നറൊക്കെ കഴിച്ച് അങ്ങനെ ഇരിക്കുമ്പോ ദിസ് ഗ്രാൻഡ് ഫാദർ ഇമ്മീഡിയറ്റ്ലി ഗ്രാൻഡ് ഫാദറിന് മനസ്സിലായി, ദിസ് ബോയ് ഹാസ് എ പ്ലാൻ. ഇപ്പൊ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്കൊക്കെ പ്ലാനിന്റെ അർത്ഥം മനസ്സിലായല്ലോ അല്ലേ? അപ്പോ ആ ഒരു പ്ലാൻ ഉണ്ട് ഈ പയ്യന് എന്ന് മനസ്സിലാക്കിയപ്പോ ഗ്രാൻഡ് ഫാദർ അവിടെ വെച്ച് തന്നെ ഇവനെ ഒന്ന് പൊളിച്ചെടുക്കാം എന്ന് വിചാരിച്ചിട്ട് ചെന്ന് ചോദിച്ചു, സി ജെന്റിൽമാൻ, വാട്ട് ഇസ് യുവർ പ്ലാൻ എന്ന് ചോദിച്ചു. അപ്പൊ പയ്യൻ ഒന്ന് ഒരുമാതിരി ആയിട്ട് പറഞ്ഞു, വാട്ട് പ്ലാൻ എന്ന് പറഞ്ഞു. നോ, വാട്ട് ഇസ് യുവർ പ്ലാൻ വിത്ത് മൈ ഗ്രാൻഡ് ഡോട്ടർ? അപ്പൊ പറഞ്ഞു, നോ പ്ലാൻ എന്ന് പറഞ്ഞു. നോ, ആക്ച്വലി വാട്ട് ഇസ് ഇൻ യുവർ മൈൻഡ്? അപ്പൊ നോ, വി ആർ ജസ്റ്റ് നോയിങ് ഈച്ച് അതർ എന്ന് പറഞ്ഞു. വാട്ട് സോർട്ട് ഓഫ് നോയിങ് ഈച്ച് അതർ? അങ്ങനെ ഈ ഗ്രാൻഡ് ഫാദർ ചോദിച്ച് പയ്യനെ ഒരു പരുവത്തിലാക്കിക്കൊണ്ട് എത്തിച്ചപ്പോ അണ്ടർ പ്രഷർ ഹി ടോൾഡ്, അങ്ങനെയൊന്നുമില്ല, മീൻസ് ഡു യു വോണ്ട് ടു മാരി ഹർ, ആർ യു സീരിയസ് അബൌട്ട് മാരേജ്, ക്യാൻ വി ഗോ ഫോർവേഡ് എന്നൊക്കെ ചോദിച്ചപ്പോ ഒരു പ്രഷർ വന്നപ്പോ ഹി സെഡ്, അങ്ങനെയല്ല, ഐ എം ജസ്റ്റ് ലൈക്ക് ദാറ്റ്, ഐ എം ജസ്റ്റ് പ്ലേയിങ് വിത്ത് ഹർ എന്നോ സംതിങ് ലൈക്ക് ദാറ്റ് അർത്ഥം എന്ന് പറഞ്ഞു.
ഓക്കെ സൺ യു ക്യാൻ ലീവ് എന്ന് പറഞ്ഞു. ഈ കോൺവെർസേഷൻ മുഴുവൻ ഈ ഗ്രാൻഡ് ഡോട്ടറിനെ അദ്ദേഹം പറഞ്ഞു കേൾപ്പിച്ചു കൊടുത്തു. അദ്ദേഹം പറയുന്നത് ഒരു പെൺകുട്ടിക്കും വെൻ ഷീ ഈസ് ഇൻ ലവ് ദേ വിൽ നെവർ നോ ദ പ്ലാൻ ഓഫ് എ മാൻ. അവിടെയാണ് ഈ പെൺകുട്ടികൾ ചതിക്കുഴികളിൽ ചെന്നപ്പെടുന്നത്. ഇത് തന്നെയാണ് ഒരു സൈക്കോളജിസ്റ്റ് എന്നുള്ള നിലയിൽ എന്നും എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം. ഒരു പെൺകുട്ടിയുടേതാണെങ്കിലും ആൺകുട്ടിയുടേതാണെങ്കിലും ഒരു ലോജിക്കൽ ബ്രെയിൻ എന്ന് പറയുന്ന നമ്മുടെ ഫ്രോണ്ടൽ കോർട്ടെക്സിലെ ബ്രെയിൻ, അവിടെ ഒരു നിയോ കോർട്ടെക്സ് ഉണ്ട്. ഈ നിയോ കോർട്ടെക്സ് ഡെവലപ്പ് ചെയ്യുന്നത് തന്നെ 23-24 വയസ്സാവുമ്പോഴാണ്. ആ പ്രായത്തിൽ മാത്രമേ ലോജിക് ഉണ്ടാവുന്നുള്ളൂ. ഈ ലോജിക് ഇല്ലാത്ത സമയത്ത് ആൺകുട്ടിക്കാണെങ്കിലും പെൺകുട്ടിക്കാണെങ്കിലും ഡെവലപ്പ് ചെയ്യുന്ന ഒരു ഘടകം എന്ന് പറയുന്നത് അവന്റെ ബാക്കിലെ അമിഗ്ഡാലയാണ്, വിച്ച് ഇസ് വെരി ഇമ്പൾസീവ്, വിച്ച് ഇസ് ഇറാഷണൽ. അപ്പൊ അത് പഠിക്കുന്ന ഒരു സൈക്കോളജിസ്റ്റ് എന്നുള്ള നിലയിൽ നമ്മൾ പെൺകുട്ടികളോട് പറയുന്ന ഒരു കാര്യമാണ്, യു ബിവെയർ ദാറ്റ് യുവർ neocortex has not yet been developed. You don't have a logic for your relationship. And the boy's logic is irrational brain, which is impulsive, which is immediate pleasure. At least understand this difference എന്ന് ഞാൻ ഈ പെൺകുട്ടികളോട് പറയുന്നത്. അതുപോലെ തന്നെ വളരെ പച്ചയായി ഒരു മറയുമില്ലാതെ അദ്ദേഹം എഴുതി വെച്ചിട്ടുണ്ട്. ഇമ്മീഡിയറ്റ്ലി ദേ വാണ്ട് ടു ടേക്ക് യു ടു ബെഡ്. അദ്ദേഹം പറയുന്നുണ്ട്, ഒരു പുരുഷന്റെ ഏറ്റവും വലിയ മിടുക്കും കഴിവും അവന്റെ തന്ത്രവും അവന്റെ പ്ലാനും ഈ പെൺകൊച്ചിനെ എങ്ങനെ വളച്ചെടുത്ത് എന്റെ ബെഡിലേക്ക് കൊണ്ടുപോകാന്നുള്ളതാണ്. അത് മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധി പെൺകുട്ടികൾക്കുണ്ടെങ്കിൽ പെൺകുട്ടികൾക്ക് ഇത്തരം പുരുഷന്മാരെ അവരുടെ നില അറിയിച്ചു കൊടുക്കാനായിട്ട് സാധിക്കും. അതിന് അദ്ദേഹം കൺക്ലൂഡ് ചെയ്യുന്ന ഒരു കാര്യം അവർ പറയുന്നത്, see they are investing, the men are investing their time, men are investing their money on their plan. When they spend some time with a woman, they are investing something. At least ഒരു പ്രായം കൂടുതലുള്ള അട്രാക്റ്റീവ് ആയിട്ടുള്ള സ്ത്രീയുടെ വന്ന് ഇരുന്ന് വർത്തമാനം പറയുമ്പോൾ അത്തരം ഒരു സുഖമുണ്ട്, ഒരു അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു പെൺകൊച്ച്. സോ ദേ ആർ ഇൻവെസ്റ്റിംഗ് ദർ ടൈം ബേസ്ഡ് ഓൺ എ പ്ലാൻ. ഇവിടെ അദ്ദേഹം പറയുന്നത്, അയാൾ അത് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഒരു പെൺകുട്ടിയുടെ ജോലി എന്താണെന്ന് വെച്ചാൽ, മേക്ക് ഹിം അവെയർ ദാറ്റ് ഷീ ഈസ് അഫോർഡബിൾ ഓർ നോട്ട്, ഷീ ഈസ് എക്സ്പെൻസീവ് ഓർ നോട്ട്. ആൻഡ് ഇതൊരു പെൺകുട്ടിക്ക് സാധിക്കും എന്നാണ് പറയുന്നത്. ഇപ്പൊ നമ്മുടെ എല്ലാം ഇവിടെ ഇരിക്കുന്ന എല്ലാവരും പിന്നിലേക്കൊന്ന് തിരിഞ്ഞു നോക്കിയാൽ നമ്മുടെ ഇതിനെ ഒരു വാല്യൂ ഒരു സ്ത്രീക്കുണ്ടെങ്കിൽ ആ വാല്യൂ കൊണ്ട് നമ്മൾ എക്സ്പെൻസീവ് ആണ്, താൻ വിചാരിക്കുന്ന പോലെ ഈസിലി അഫോർഡബിൾ അല്ല എന്ന് ബോധ്യപ്പെടുത്താൻ ഏതൊരു പെൺകുട്ടിക്കും വാല്യൂ ഉണ്ടെങ്കിൽ സാധിക്കുമെന്നും അദ്ദേഹം ഈ പുസ്തകത്തിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത്, പ്ലീസ് ഒരു വൃത്തികെട്ട തമാശ പറയുന്നു. ഇത് ഞാൻ പറയുന്നതാണ്, ഓതർ പറയുന്നതല്ല. നമ്മുടെ കൂടെ ഇരുന്ന ഒരു കൊളീഗ് നമ്മളോട് ഒരു ദ്വയാർത്ഥത്തിൽ ഒരു വർത്തമാനം പറയുന്നു. നമുക്ക് എന്താ മനസ്സിലായില്ലേ? ഇതൊരു ഫസ്റ്റ് സ്റ്റെപ്പാണ് അയാളുടെ പ്ലാൻ എക്സിക്യൂട്ട് ചെയ്യാനുള്ള ഫസ്റ്റ് സ്റ്റെപ്പാണ് ഒരു തമാശ, ഒരു സെക്ഷലി തിങ്സുള്ള ഒരു തമാശ പറയാം. ഇത് മനസ്സിലാക്കിയ ഉടനെ യു ബിഹേവ് പ്രോപ്പർലി, ഇത്തരം കാര്യങ്ങൾ എന്നോട് സംസാരിക്കരുത് എന്ന് ഒറ്റ പ്രാവശ്യം പറഞ്ഞാൽ മതി. That moment the man will understand that you are a very expensive person and it is not easily available. That you show him that you are a valuable person. You show him that you need respect in the relationship. You tell him that you are not taking me to your bed and don't invest unnecessarily on me. If a woman can say this on the face of a man, then he will withdraw. He is not going to come behind you. അപ്പൊ ആരുടെ കുറ്റമാണ് ഇത്? ഒരു അണ്ടർസ്റ്റാൻഡ്. ഞാൻ ഒരിക്കലും ഒരു പെൺകുട്ടിയുടെ കുറ്റം പറയില്ല. ഒരു പെൺകുട്ടിയെ പറ്റി ഇദ്ദേഹം തന്നെ പറഞ്ഞല്ലോ, ആദ്യം മുതൽ ഒരാളെ കാണുമ്പോൾ തന്നെ കമ്മിറ്റഡ് ലവ് തുടങ്ങുവാണ്. അതാണ് അവിടുത്തെ പ്രശ്നം. പക്ഷെ ഒരു പുരുഷനും കമ്മിറ്റഡ് ലവ് തുടങ്ങുന്നില്ല എന്ന് ഈ പെൺകുട്ടികൾ മനസ്സിലാക്കുന്നില്ല. അപ്പൊ ഇത് മനസ്സിലാക്കാൻ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഈ പുസ്തകം നമ്മളെ സഹായിക്കും. അതുകൊണ്ട് എല്ലാ പെൺകുട്ടികൾക്കും വായിക്കാൻ റെക്കമെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു പുസ്തകമായിട്ടാണ് ഞാൻ ഈ പുസ്തകത്തിനെ കാണുന്നത്. സോ താങ്ക് യു വെരി മച്ച്. എനിക്ക് ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ എന്റെ സമ്മറി. സോ
ഐ റെഡ് ദ അതർ ബാക്കിയുള്ളവരുടെ എല്ലാം ഞാൻ കേട്ടു ബിക്കോസ് ഓഫ് ഇൻട്രസ്റ്റ് ഉള്ളി. കാരണം ഇതൊരു നമുക്ക് പ്രാക്ടിക്കൽ ലൈഫിൽ ആവശ്യമായ കുറെ പോയിന്റ്സ് ആണല്ലോ ഇതിൽ അടങ്ങിയിരിക്കുന്നത് എന്നുള്ള ഒരു ഉൾക്കാഴ്ചയോട് കൂടിയാണ് ഞാൻ ആ പുസ്തകം മുഴുവൻ വായിച്ചത്. സോ താങ്ക് യു ഫോർ ഗിവിംഗ് മീ ദിസ് ഓപ്പർച്യൂണിറ്റി, ഉഷ ആൻഡ് ആലിസ് മാഡം. ഓക്കെ, താങ്ക് യു മാം. താങ്ക് യു മാം. മാമിന്റെ ആ വായിച്ചിട്ടിരിക്കുന്നത് കേട്ടപ്പോഴാണെങ്കിലും നമുക്ക് വളരെ ക്ലാരിറ്റിയോട് കൂടി ഒരു സ്ത്രീ എങ്ങനെ ഒരു പുരുഷനെ നോക്കി കാണണം, അതുപോലെ തന്നെ പ്രത്യേകിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു കല്യാണം കഴിക്കുന്നതിന് മുമ്പാണെങ്കിലും ഒരു ലവിൽ ഏർപ്പെടുമ്പോഴാണെങ്കിലും കമ്മിറ്റഡ് ലവ് ആണ് എന്താണ് എന്നുള്ളത്, പുരുഷൻ എന്താണെന്നുള്ളത് സ്ത്രീ അറിഞ്ഞിരിക്കണമല്ലോ. അതുപോലെ തന്നെയാണ് നമ്മുടെ കൗൺസിലിംഗ് വരുന്ന ആൾക്കാർക്കും റെഫർ ചെയ്യാൻ പറ്റിയ ഒരു ബുക്ക് തന്നെയാണത്. കാരണം സെയിം പ്രശ്നം കൊണ്ടാണ് എല്ലാവരും വരുന്നത്. അപ്പം ഇപ്പൊ ഞാൻ ഓർക്കുകയാണ്, നേരത്തെ മാം പറഞ്ഞല്ലോ ടോക്കിങ്ങിന്റെ കാര്യം, സ്ത്രീകളെ ടോക്കിംഗ് ഭയങ്കര ഇഷ്ടമാണ്. അതിന് വേറൊരു കാരണം കൂടി ഞാൻ നേരത്തെ എവിടെ വായിച്ചിരുന്നു. ഒരു പുരുഷൻ 7000 വാക്കുകളാണ് അദ്ദേഹത്തിന് ഒരു ദിവസം പറയേണ്ടത്. 7000 വാക്കുകൾ. സ്ത്രീക്കാണെങ്കിൽ 20,000 പറയണം. അങ്ങനെയാണ് അവരുടെ ഇത് വന്നിരിക്കുന്നത്, അവരുടെ വയറിങ് അങ്ങനെയാണ്. അപ്പൊ ഈ 7000-ല് പുരുഷൻ അതിൽ കുറെയൊക്കെ പുറത്തു പോകുന്ന പുരുഷനായതുകൊണ്ട് അവര് മുഴുവൻ തന്നെ അവിടെ ചെലവഴിച്ചിട്ട് പോരും. അപ്പൊ പിന്നെ അദ്ദേഹത്തിന് ഇവിടെ വന്ന് പറയാനൊന്നും ഇല്ല. പക്ഷെ ഈ 20,000 വെച്ചുകൊണ്ടിരിക്കുന്ന സ്ത്രീ എത്ര പറയും? അയൽവക്കക്കാരോടൊക്കെ എത്ര പറയും? അപ്പം ബാക്കി മുഴുവൻ അവിടെ കിടക്കുകയാണ്. ഈ 20,000 പറഞ്ഞെത്തിക്കാനുള്ളത്. അതാണ് ഈ നാഗിങ് ആയിട്ട് ഈ പുറത്തോട്ട് വരണേന്ന് ഞാൻ എവിടെയോ വായിച്ചിരുന്നു ഓർക്കുന്നു. അപ്പം അതൊരു പുരുഷനും മനസ്സിലാക്കുക, ഇത് 20,000 കൊണ്ടാണ് ഇരിക്കണേ, എന്റെ 70,000 പോയി, എന്നാൽ ഈ 20,000 പറയണ ഞാൻ ലിസൺ ചെയ്യാനെങ്കിലും ചെയ്യണ്ടേ എന്നൊരു പുരുഷനും കൂടി ചിന്തിക്കുകയാണെങ്കിൽ അവിടെ പ്രോബ്ലം സോൾവ് ആവും. പക്ഷെ അത് പുരുഷൻ ചിന്തിക്കുന്നില്ലല്ലോ. നീ എന്തിനാ ഈ ചറവറ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് അപ്പൊ പറയാനൊന്നുമില്ല. പറഞ്ഞ പോലെ തന്നെ എല്ലാ കാര്യങ്ങളും ഇവിടെ ഒന്ന് പറയാനായിട്ട് അദ്ദേഹത്തിന്റെ വയറിങ് ശരിയല്ല അദ്ദേഹത്തിന്റെ വയറിങ്ങിൽ ഇരിക്കുന്നത്. എല്ലാം ഒന്നും പറയില്ല. അതൊക്കെ ഫ്രണ്ട്സിന്റെ അടുത്തും ലീഗ്സിന്റെ അടുത്തൊക്കെ പറഞ്ഞു തീർത്തിട്ടാണ് അദ്ദേഹം വീട്ടിലോട്ട് വരുന്നത്. ആണ് ഇവിടെ ഒരുപാട് വേർഡ്സ് പുറത്തേക്ക് പറയാൻ വേണ്ടിയിട്ട് വെമ്പിട്ട് ഇരിക്കുന്നത്. അപ്പൊ ഇതൊക്കെ നമ്മള് ഇതിപ്പോ അത് ആരുടെയും കുറ്റമല്ല അത്. പക്ഷെ രണ്ടുപേരും അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവിടെ ഒരു ക്ലാഷും എല്ലാം ഒഴിവാക്കാനായിട്ട് സാധിക്കും നമുക്ക്. ഒരു കാര്യം ഞാൻ വിട്ടുപോയത്, പ്രോബ്ലം സോൾവിങ്. അതായത് ഒരു പ്രോബ്ലം നമ്മുടെ മുമ്പിൽ വന്നാൽ പുരുഷന്മാര് ഒരു സെക്കൻഡ് കൊണ്ട് അതങ്ങോട്ട് സോൾവ് ചെയ്തിട്ട് അവരുടെ പാട് നോക്കി പോകും. സ്ത്രീകൾക്ക് അത് സോൾവ് ചെയ്യണമെങ്കിൽ അവർ സോൾവ് ചെയ്യും. പക്ഷെ അവർ ആ പ്രോബ്ലത്തിനെ എത്രമാത്രം കോംപ്ലക്സ് ആക്കാം, എത്രമാത്രം കോംപ്ലിക്കേറ്റഡ് ആകാം, അതിന്റെ എത്ര ഡയമെൻഷൻസിലോട്ട് പോകാം, അതെല്ലാം കഴിഞ്ഞിട്ട് അവർ സോൾവ് ചെയ്യും. ഫോർ എക്സാമ്പിൾ ഇദ്ദേഹം പറയുന്നുണ്ട്, എനിക്കത് ശരിയായിട്ടൊരു ഓർമ്മയില്ല ഉദാഹരണം. അദ്ദേഹം ഇട്ട അതേ ഒരു ഷർട്ടോ, അതിന്റെ കളറിന്റെ ഓരോ ഷർട്ടോ ഒരു പെൺകുട്ടിയും ഇട്ടു. പിറ്റേന്ന് അങ്ങേര് ഇടുന്നത് പോലെ അത് ഇങ്ങനെ ഇടുന്നത് പോലെ അദ്ദേഹത്തിന് തോന്നി. അപ്പോ അദ്ദേഹം ഒരു കൂട്ടുകാരനോട് പറഞ്ഞു, വൈ ഷീ ഈസ് വെയറിംഗ് ദ സെയിം കളർ ആസ് മൈൻ. അങ്ങനെ എന്തോ ചോദിച്ചപ്പോ ആ കൂട്ടുകാരൻ പറഞ്ഞെന്ന്, അതിന് നിനക്കെന്താണ്? സി, പ്രോബ്ലം ഈസ് സോൾവ്ഡ്. ഒരു നീ ഇടുന്ന പോലത്തെ ഒരു വേഷം അതിട്ട്, ഇഫ് യു ഡോണ്ട് ലൈക്ക് ഇറ്റ് യു ഡോണ്ട് വെയർ ദാറ്റ്, കളഞ്ഞിട്ട് പോടാ എന്ന് പറയുന്ന മട്ടില് സോ കഴിഞ്ഞു, പ്രോബ്ലം കഴിഞ്ഞു. നിനക്കിത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നീ ആ ഡ്രസ്സ് ഇടണ്ട, അല്ലെങ്കിൽ ആ പെങ്കൊച്ചിനെ നോക്കണ്ട, മൈൻഡ് ചെയ്യണ്ട, അല്ലെങ്കിൽ അതങ്ങോട്ട് പോട്ടെ, അതിനെന്താ എന്ന് ചോദിച്ച് 2-3 വാക്കോട് കൂടി പ്രോബ്ലം സോൾവ് ചെയ്തു. ഇതൊരു പെണ്ണിനോടാണ് പറഞ്ഞതെങ്കിൽ, ഏത് പെങ്കൊച്ച് ഏത് ഡ്രസ്സ് എങ്ങനെ ഇട്ടു, എപ്പ ഇട്ടു, അതെന്തിനവൾ അങ്ങനെ ഇട്ടു, അവളെ കൊള്ളാലോ, അതിന്റെ പിന്നിൽ എന്തെങ്കിലും ഒരു ഇത് കാണും. പിന്നെ ദേ വിൽ മേക്ക് ദ ഹോൾ പ്രോബ്ലം എ ബിഗ് ഇഷ്യൂ. അതിനൊരു ഇല്ലാത്ത കുറെ ഡയമെൻഷൻസ് കൊടുക്കും, ഇല്ലാത്ത കുറെ കളർ ഉണ്ടാക്കി കൊടുക്കും. എന്നിട്ട് അതിനെ ചർച്ച ചെയ്ത് അവസാനം ആദ്യം ആ പുരുഷൻ പറഞ്ഞ അതേ ഒരു സൊല്യൂഷനിലേക്ക് ഇവരെ എത്തും. അപ്പൊ പറയുന്നത്, ദിസ് ഈസ് ഓൾസോ എ ഡിഫറൻസ് ബിറ്റ്വീൻ, ആൻഡ് വിമൻ എൻജോയ് ഡൂയിങ് ദാറ്റ്, മെൻ ഡു നോട്ട് എൻജോയ് ഡൂയിങ് ദാറ്റ്. ഇത്രയേ ഉള്ളൂ വ്യത്യാസം. ഓക്കെ, ഇതും അങ്ങനെ കുറെ പോയിന്റ്സ് ഉണ്ട്. ഓക്കെ, കുറച്ച് വായിച്ചിരിക്കാൻ നല്ലതാണ് ഈ ബുക്കില്. പക്ഷെ ഇതുപോലെ ഞാനിങ്ങനെ ആലോചിക്കുമ്പോ ഞാൻ ഈ ഡിഫറൻസ് ഒപ്പീനിയൻ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ഉഷയോട് കുറച്ചൊക്കെ ഇതിനകത്ത് വായിച്ച് വന്നപ്പോ എനിക്ക് പറയാൻ വെച്ചാൽ, ഞാൻ എന്റെ ഇപ്പൊ പറയാൻ പറ്റിയ പേഴ്സണലാണ്. എന്റെ മോള് ഒരു സ്ത്രീയാണ്. പക്ഷെ ഞാനൊരു പ്രോബ്ലത്തിൽ ഇങ്ങനെ ഇരുന്ന് അവളെ കിട്ടാതെയൊക്കെ ഇങ്ങനെ നോക്കിയിരിക്കുമ്പോ
ഞാൻ മെസ്സേജ് അയക്കും, എനിക്ക് സംസാരിക്കണം, എന്നെ വിളിക്കണമെന്ന്. അപ്പൊ സംസാരിക്കുമ്പോ ഞാൻ എന്റെ പ്രോബ്ലം പറഞ്ഞാല്, അപ്പൊ ഈ എന്റെ പ്രോബ്ലം വന്നു കഴിയുമ്പോ എന്റെ ഒരു ക്വസ്റ്റ്യനാ ചോദിക്കുന്നത്, അമ്മയ്ക്ക് ഇതിനകത്ത് എന്താണ് ബുദ്ധിമുട്ട്? ഞാൻ പറയും ഇന്നതാണ്. അപ്പൊ 2 വാക്കിൽ ആ പ്രശ്നം സോൾവ് ചെയ്യും. സ്ത്രീ ആണെങ്കിലും അഡ്വക്കേറ്റ് ആയിട്ടാണോ എന്ന് എനിക്കറിയില്ല. ഒന്നാമത്തെ കാര്യം അമ്മ ഇത് ചെയ്യാം, രണ്ടാമത്തെ കാര്യം ഇന്നത് ചെയ്യാം, അത്രേ ഉള്ളൂ. ആ 2 വാക്കുള്ളൂ. ഇത് രണ്ടും പറ്റില്ലെങ്കിൽ അമ്മയ്ക്ക് അത് രണ്ടും പറ്റാൻ സാധിച്ചില്ലെങ്കിൽ യു ഡോണ്ട് ഡു എനിത്തിങ്. മൂന്നാമത്തെ കാര്യം തീർന്നു, കാര്യം തീർന്നു. ഒറ്റ ഡിസ്കഷനും എന്നെ ഡിസ്കസ് ചെയ്യാൻ പോലും സമ്മതിക്കില്ല. പക്ഷെ ഞാൻ മാഡം പറഞ്ഞ ആ സ്ത്രീയുടെ ടിപ്പിക്കൽ എക്സാമ്പിൾ ആണ് ഞാൻ. ഞാനതിങ്ങനെ പരത്തി എല്ലാ കാര്യങ്ങളും പറയും. അപ്പോഴാണ് എന്നോട് ചോദിക്കുന്നത് ഇതിനകത്തുനിന്ന് എന്താണ് എന്റെ പ്രോബ്ലം, അത് 2 വാക്കിൽ സോൾവ് ചെയ്യും. അപ്പൊ എല്ലാരെയും നമുക്ക് അതുപോലെ പറയാൻ പറ്റില്ല എന്ന് ഞാൻ ഉഷയോട് പറഞ്ഞു. ഇതിനകത്ത് അതിന് എക്സെപ്ഷൻ ഉണ്ട് അല്ലെ, നമ്മൾ സയൻസ് പഠിക്കുകയാണെങ്കിൽ നമ്മൾ പറയല്ലേ എക്സെപ്ഷൻ ഈസ് ദെയർ. ഓക്കെ, താങ്ക് യു. ഇനി അടുത്തതായിട്ട് നമ്മുടെ വിനിയാണ്. അത് നമുക്കൊരു കാര്യം പറയട്ടെ, ഇതിനകത്ത് വായിച്ചിട്ടിരിക്കുന്ന എല്ലാവരുടെയും നമ്മൾ ബുക്ക് വായിക്കുന്നത് പോലെ തന്നെയാണ് എല്ലാവരും. എനിക്ക് തോന്നുന്ന ഇൻട്രസ്റ്റ് ഉണ്ട് ഇതിനകത്ത്. നമ്മൾ വായിച്ചപ്പോ നമുക്ക് ഇൻട്രസ്റ്റ് ഉണ്ട്, അതുകൊണ്ട് നമ്മളുടേതും കൂടി ഒരു കൂട്ടിക്കലർത്തി നല്ല രീതിയിലാണ് ഇത് വായിച്ചിട്ടിരിക്കുന്നത്. ബുക്ക് വായിച്ചില്ലെങ്കിൽ നമുക്ക് എല്ലാം കിട്ടും ഇതിനകത്തുനിന്ന്. അപ്പൊ അടുത്തത് വിനിയാണ്. ഒന്ന് ഓവർ ടു യു. താങ്ക് യു ആലിസ് മാം, ഉഷ മാം, ഹസീന മാം, എല്ലാവർക്കും നമസ്കാരം. അപ്പോ ആക്ട് ലൈക്ക് എ ലേഡി തിങ്ക് ലൈക്ക് എ മാൻ എന്ന സ്റ്റീവ് ഹാർവിയുടെ ഈ ബുക്ക് ഈ ഹസീന മാമും ആലിസ് മാമും ഒക്കെ പറഞ്ഞതുപോലെ തന്നെ പുരുഷന്മാരുടെ മൈൻഡ് സെറ്റ് എങ്ങനെയാണ് എന്ന് സ്ത്രീകൾക്ക് മനസ്സിലാക്കി തരാനാണ് ശ്രമിക്കുന്നത്. അപ്പോൾ ഈ സ്ത്രീകൾക്ക് ആ ഒരു ഇമോഷണൽ വെൽബീങ് ഒക്കെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള കുറച്ച് വഴികളാണ് അദ്ദേഹം ഇതിലൂടെ പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത്. അപ്പം ഈ 3 ചാപ്റ്ററുകളാണ്, അതായത് 7th, 8th, 9th ചാപ്റ്ററുകളാണ് ഞാൻ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അതിൽ 7th ചാപ്റ്ററിൽ മമ്മാസ് ബോയ്സ് എന്നാണ്. അതായത് ഇതിൽ അദ്ദേഹം പറയുന്നത് പുരുഷന്മാർ സ്ട്രോങ് ഇൻഫ്ലുവൻസ് ഉള്ള ഭാഗത്തേക്ക് പോയിക്കൊണ്ടേ ഇരിക്കും എന്നുള്ളതാണ്. നമ്മൾ കണ്ടിട്ടുണ്ട് ഒരുപാട് പുരുഷന്മാർ, അതായത് അമ്മമാരുമായിട്ട് ഓവർലി അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരുപാട് പുരുഷന്മാരെ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലെ. അപ്പോൾ അവര് ഇങ്ങനെ ഓവർലി അറ്റാച്ച്ഡ് ആവാൻ കാരണം സിഹാറി പറയുന്നത് അത് നിങ്ങൾ അനുവദിച്ചിട്ടാണ്. കാരണം അതിന് നിങ്ങൾ എന്താണ് വേണ്ടത്, നിങ്ങൾ ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ എക്സ്പെക്ടേഷൻസ് എന്തൊക്കെയാണ് എന്ന് ആദ്യം തന്നെ അദ്ദേഹത്തിന് ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു എക്സ്പെക്ടേഷൻസ് അദ്ദേഹത്തിന് കൊടുക്കുകയാണെങ്കിൽ, അങ്ങനെ ഒരു ക്ലാരിറ്റി അദ്ദേഹത്തിന് കൊടുക്കുകയാണെങ്കിൽ അത് നിങ്ങളുടെ ആ റിലേഷൻഷിപ്പിനെ വിലമതിക്കുന്നതായിരിക്കും. അതായത് അവിടെ ആ അമ്മയോട് അതായത് ഓവർ പവർ ചെയ്യുകയില്ല, അവിടെ ഓവർ കൺട്രോളിങ്. അതായത് ചില പുരുഷന്മാർ ഇമോഷണൽ സപ്പോർട്ടിനും ഡിസിഷൻ മേക്കിങ്ങിനും ഒക്കെ അമ്മമാരെ ആശ്രയിക്കാറുണ്ട്. അങ്ങനെ റിലേഷൻഷിപ്പിൽ പല പ്രശ്നങ്ങളും ഉണ്ടാകാറുണ്ട്. ഇന്ന് പല പ്രശ്നങ്ങളും കാരണം അങ്ങനെയൊരു അതായത് ഒരു സ്ത്രീകൾക്കെതിരെയുള്ള പല പ്രശ്നങ്ങൾ കാരണം ഇങ്ങനെയൊരു ബിഹേവിയറും കൂടിയാണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ അദ്ദേഹം പറയുന്നത് നിങ്ങളുടെ സ്ഥാനം അദ്ദേഹം പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ സ്ഥാനം ഇതാണ് എന്ന് നിങ്ങൾ വ്യക്തമാക്കിയിട്ടില്ലെങ്കിൽ മറ്റുള്ളവർ ആ സ്ഥാനത്തേക്ക് കയറി ആ സ്ഥാനം കൈയടക്കും എന്നുള്ളതാണ് അദ്ദേഹം ഇതിലൂടെ ഇതിലൂടെ കൺവേ ചെയ്യുന്ന ഇൻസൈറ്റ് ഇതാണ്. 2ാമത്തെ ചാപ്റ്റർ വൈ മെൻ ചീറ്റ് എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് പുരുഷന്മാർ ചീറ്റ് ചെയ്യുന്നത് എന്നുള്ളതിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ അദ്ദേഹം സ്ത്രീകൾക്ക് മനസ്സിലാക്കി തരാൻ ആഗ്രഹിക്കുന്നു. അതായത് പുരുഷന്മാരെ, പിന്നെ അദ്ദേഹത്തിന്റെ ആ ഒരു കൾച്ചറും ഒക്കെ ഒന്ന് റിലേറ്റ് ചെയ്തിട്ട് വേണം ഇദ്ദേഹത്തിന്റെ ഈ പോയിന്റ്സ് ഒന്ന് മനസ്സിലാക്കാൻ. അദ്ദേഹം പറയുന്നത് ചില പുരുഷന്മാർ ഈ സെക്സിനെയും സ്നേഹത്തിനെയും സെപ്പറേറ്റ് ആയിട്ടാണ് കാണുന്നത്. അവരൊരു ഫിസിക്കൽ ആക്ട് മാത്രമായിട്ട് കാണുന്നവരുണ്ട്, ഒരു റിലാക്സേഷന് വേണ്ടി അങ്ങനെ കാണുന്നവരുണ്ട്. കാരണം അവര് എങ്ങനെയാണ് ഈ ഒരു ഫിസിക്കൽ ആക്ടിനെ കാണുന്നത് എന്ന് വെച്ചാൽ ഇതൊരു ഒരു അവസരം കിട്ടുമ്പോൾ അവരത് ഉപയോഗപ്പെടുത്തുന്നു. അവർ കൂടുതൽ അതിനെക്കുറിച്ചുള്ള കോൺസിക്വൻസിനെ കുറിച്ച് ചിന്തിക്കുന്നില്ല. പക്ഷേ അതായത് ഇത് സ്നേഹം ഇല്ലാത്തത് കൊണ്ടല്ല, പക്ഷെ അവർ അവസരം ലഭിക്കുമ്പോൾ അങ്ങനെ ആയി പോവുകയാണ് ചെയ്യുന്നത്. അപ്പൊ അദ്ദേഹം പറയാണ്, ഒരു റിലേഷൻഷിപ്പിൽ സ്നേഹം മാത്രമല്ല ആവശ്യം, അവിടെ റെസ്പെക്ട് ആവശ്യമുണ്ട്, ബൗണ്ടറീസ് ആവശ്യമുണ്ട്, അതുപോലെ തന്നെ അക്കൗണ്ടബിലിറ്റി ഉണ്ടായിരിക്കണം എന്നുള്ളത്. അപ്പൊ അദ്ദേഹം സ്ത്രീകളോട് പറയാണ്,
നിങ്ങൾ ഒരു റിലേഷൻഷിപ്പ് കുറിച്ചുള്ള തീരുമാനങ്ങൾ എടുക്കുമ്പോൾ പുരുഷന്മാരുടെ ഇത്തരത്തിലുള്ള ബിഹേവിയറിനെ കുറിച്ച് നിങ്ങളൊരു അവയർനെസ് ഉണ്ടായിരിക്കണം. അദ്ദേഹം സ്ത്രീകൾക്ക് പുരുഷന്മാരുടെ ബിഹേവിയറിനെ കുറിച്ചുള്ള ഒരു അവയർനെസ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതായത് മെച്ചുവേർഡ് ആയിട്ടുള്ള പുരുഷന്മാർ ഫാമിലിക്ക് ഒരു ഇമ്പോർട്ടൻസ് എപ്പോഴും കൊടുക്കുന്നതായിരിക്കും. അവർ ആ റെസ്പെക്ട് കീപ്പ് ചെയ്യുന്നവരായിരിക്കും. ബൗണ്ടറി എവിടെ സെറ്റ് ചെയ്യണമെന്ന് മനസ്സിലാക്കുന്നവരായിരിക്കും. അതുപോലെ ഏത് കാര്യത്തിനുമുള്ള അക്കൗണ്ടബിലിറ്റി എടുക്കുന്നവരായിരിക്കും. അപ്പോൾ അതാണ് അദ്ദേഹം ഈ ചാപ്റ്ററിലൂടെ വ്യക്തമാക്കുന്നത്. പിന്നെ men respect standards. Men respect women who respect themselves എന്നാണ്. അതായത് സെൽഫ് വർത്ത് ഉള്ള സ്ത്രീകളെ തന്നെയാണ് പുരുഷന്മാർ ഇഷ്ടപ്പെടുക. അതായത് യഥാർത്ഥത്തിലുള്ള പുരുഷന്മാർ സ്റ്റാൻഡേർഡും വാല്യൂസും ഉള്ള സ്ത്രീകളെ അകറ്റി നിർത്തുകയല്ല, അവരോട് കൂടുതൽ അടുക്കുകയാണ്, അട്രാക്റ്റഡ് ആവുകയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ്. കാരണം പലപ്പോഴും പല പ്രശ്നങ്ങളും വരുമ്പോൾ അതിൽ ടോളറേറ്റ് ചെയ്ത് കൂടുതൽ താഴ്ന്ന് വീണ്ടും വീണ്ടും നമ്മളൊരു വില കുറച്ചുകൊണ്ട് വരാതെ നമ്മുടെ ആ ഒരു സ്റ്റാൻഡേർഡ്സ്, നമ്മുടെ വാല്യൂസും അതിൽ തന്നെ ഉറച്ചു നിന്നുകൊണ്ട് മുന്നോട്ട് പോകുന്ന സ്ത്രീകളെയാണ് പുരുഷന്മാർക്ക് കൂടുതൽ ഇഷ്ടമാവുക. ആ ഒരു സ്റ്റാൻഡേർഡ്സ് കീപ്പ് ചെയ്യുന്നവരെയാണ് പുരുഷന്മാർ ഇഷ്ടപ്പെടുക എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. അപ്പൊ ഇവിടെ സ്ത്രീകൾക്ക് സെൽഫ് റെസ്പെക്ട് ഉണ്ടാകേണ്ടതിന്റെ ആവശ്യകതയാണ് അല്ലെങ്കിൽ ആ ഒരു പ്രാധാന്യത്തെ കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്. അപ്പൊ ഈ 3 ചാപ്റ്ററുകളിലൂടെ അദ്ദേഹം ഒന്നാമത്തെ ചാപ്റ്ററിൽ ആ ക്ലാരിറ്റി, ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ പിന്നെ ആ പുരുഷനോട് എന്താണ് നിങ്ങൾ തുടക്കത്തിൽ തന്നെ ഒരു ക്ലാരിറ്റി അദ്ദേഹത്തിന് കൊടുക്കണം, നിങ്ങളെ എക്സ്പെക്ടേഷൻസിനെ കുറിച്ച് ഒരു ക്ലാരിറ്റി കൊടുക്കണം എന്ന് പറയുന്നു. രണ്ടാമത് പിന്നെ ഈ അതായത് സെൽഫ് അവയർനെസ് അല്ലെ, പുരുഷന്മാർ എന്തുകൊണ്ട് ചീറ്റ് ചെയ്യുന്നതിനെ കുറിച്ചുള്ള ഒരു അവയർനെസ് ആണ് കൊടുക്കുന്നത്. മൂന്നാമത് നിങ്ങൾ സെൽഫ് റെസ്പെക്ട് ചെയ്യേണ്ടതിന്റെ ഒരു പ്രാധാന്യത്തെ കുറിച്ചാണ് അദ്ദേഹം ഇവിടെ വ്യക്തമാക്കുന്നത്. ഓക്കെ, താങ്ക് യു. താങ്ക് യു. ശരിക്കും ആ ചാപ്റ്ററിൽ നമ്മൾ ശരിയാണത്, ബന്ധങ്ങളിൽ കൂടുതൽ ക്ലാരിറ്റി വരുത്തണമെന്നാണ് അദ്ദേഹം പറയുന്നത്. അത് വരുത്തണം എങ്ങനെയാണ്? അപ്പൊ എന്താ ക്ലാരിറ്റി വരുമ്പോ കൺഫ്യൂഷൻ കുറയും. അതുപോലെ ഈ എക്സ്പെക്ടേഷൻ എന്ന് പറഞ്ഞത് റിയലിസ്റ്റിക് ആയിരിക്കും. സാധാരണ നമ്മൾ അടുത്ത് വരുന്ന ക്ലയൻസ് ആണെങ്കിലും എക്സ്പെക്ടേഷൻ റിയലിസ്റ്റിക് അല്ല, അതുകൊണ്ടാണ് പ്രോബ്ലംസ് അധികം ഉണ്ടാവുന്നത്. അപ്പൊ ഇത്രയും ഈ ക്ലാരിറ്റിയും കൺഫ്യൂഷൻ കുറച്ച് കഴിയുമ്പോൾ തന്നെ നമുക്ക് റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു എക്സ്പെക്ടേഷൻ ആയിരിക്കും എല്ലാ സ്ത്രീകൾക്കും ഉണ്ടാവുക. അപ്പൊ എന്താണ്, ഹെൽത്തി ആയിട്ടുള്ള ഇമോഷണൽ ചോയ്സ് എടുക്കാൻ പറ്റും. എന്താണ് നമുക്ക് ചൂസ് ചെയ്യേണ്ടതെന്ന് നമുക്ക് തന്നെ മനസ്സിലാക്കിയിട്ട് അതിൽ നിന്ന് നമുക്ക് ചൂസ് ചെയ്യാന്നല്ലേ പറയുന്നത്. അതുപോലെ ബൗണ്ടറീസ് ചൂസ് ചെയ്യുമ്പോൾ നമുക്ക് ബൗണ്ടറീസും വേണം. ആ ബൗണ്ടറീസ് എങ്ങനെ ഡെവലപ്പ് ചെയ്യാം എന്നൊക്കെ ക്ലാരിറ്റിയോടുകൂടി ഈ ചാപ്റ്ററുകളിൽ കൂടെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് അല്ലെ. ഇനി അടുത്ത ചാപ്റ്റർ വായിച്ചിരുന്നത് ഉഷയാണ്. ഓവർ ടു ഉഷ. യെസ് മാം, താങ്ക് യു. എന്റെ ചാപ്റ്റേഴ്സ് എന്ന് പറയുന്നത് വിനി മാം പറഞ്ഞു നിർത്തിയോടുന്ന് 10, 11, 12 ആണ് എനിക്ക് കിട്ടിയിട്ടുള്ള ചാപ്റ്റേഴ്സ്. ആലിസ് മാഡവും റസീന മാഡവും വിനിയും പറഞ്ഞു നിർത്തിയോടുത്തുനിന്ന് തുടങ്ങുമ്പോ, അതായത് നമ്മൾ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ നോക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് പറഞ്ഞു തരികയാണ്. അതില് പറയണ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഏതൊരു റിലേഷൻഷിപ്പിലും, ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മാരിറ്റൽ റിലേഷൻഷിപ്പ് ആണ് സ്റ്റീവ് ഹാർവി നമുക്ക് പറഞ്ഞു തരുന്നതെന്നാണെങ്കിൽ ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം, ഏതൊരു റിലേഷൻഷിപ്പിലേക്കും നമുക്ക് ഇത്, അതായത് ഇപ്പൊ ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിലും നമുക്ക് ക്രിയേറ്റ് ചെയ്യണം, അതൊരു വർത്ത് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് നമുക്ക് ബിൽഡപ്പ് ചെയ്യണം. പ്രചോദനം എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, അവർ നെറ്റ്വർക്ക് ഈസ് അവർ നെറ്റ്വർക്ക് എന്ന്. അപ്പോ നമ്മുടെ നെറ്റ്വർക്ക്സ് ക്രിയേറ്റ് ചെയ്യുമ്പോഴും നമ്മൾക്ക് നമ്മളോട് ചോദിക്കാവുന്നതും നമ്മൾ റിലേഷൻഷിപ്പിലാകുന്ന വ്യക്തികളോടും ചോദിക്കാവുന്ന 5 ചോദ്യങ്ങളാണ് ഇതിന്റെ 10ാമത്തെ ചാപ്റ്ററിൽ പറഞ്ഞു തരുന്നത്. സ്റ്റീവ് ഹാർവി പറയുന്നത് സ്ത്രീകൾക്ക് പറഞ്ഞു തരുവാണ്, നിങ്ങൾ ഒരു ഡീപ്പ് റിലേഷൻഷിപ്പിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ 5 ചോദ്യങ്ങൾ നിങ്ങൾ ആ പാർട്ട്ണറിനോട് ചോദിക്കൂ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, അവരുടെ ഈ പറഞ്ഞതുപോലെ ഈ ക്രൈറ്റീരിയാസ് എല്ലാം നമ്മുടെ മനസ്സിൽ വേണം കേട്ടോ. അതായത് ആലിസ് മാഡം പറഞ്ഞ ആ ഇൻട്രൊഡക്ഷനും റസീന മാഡം പറഞ്ഞ, അതായത് നമ്മുടെ ചോയ്സസ് എന്ന് പറയുന്നതും നമ്മുടെ വർത്ത് എന്ന് പറയുന്നത് നമ്മൾ അഫോർഡബിൾ ആണോ എക്സ്പെൻസീവ് ആണോ എന്നുള്ളത് നിശ്ചയിക്കുന്നത് നമ്മളാണെന്നും മിനിമം പറഞ്ഞ കാര്യം, അതായത് മമ്മാസ് ബോയ്സിനാണെങ്കിലും അവരുടെ എക്സ്പെക്ടേഷൻസ് എന്തായാലും അവർ ചീറ്റ് ചെയ്യാൻ സാധ്യതയുള്ളത് എന്തുകൊണ്ടൊക്കെയാണെന്ന് മനസ്സിലാക്കി സെൽഫ് അവയർനെസ്സോടുകൂടി നമ്മുടെ റെസ്പെക്ട്
നമ്മുടെ പ്രവൃത്തി കൊണ്ടാണ് നമ്മൾ നേടിയെടുക്കുന്നത്. എല്ലാം മനസ്സിൽ വെച്ച് വേണം നമ്മൾ ഈ 5 ക്വസ്റ്റ്യൻസ് നമ്മൾ ചോദിക്കാനായിട്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, അവരോട് ഇന്ററാക്ട് ചെയ്യുമ്പോൾ വാട്ട് ഇസ് ദെയർ ഷോർട്ട് ടേം ഗോൾസ് എന്ന് ക്ലിയർ കട്ടായിട്ട് ചോദിക്കുക. കാരണം നേരത്തെ പറഞ്ഞു, അവര് ഒരു പ്രോബ്ലം സോൾവിങ്, ഒരു സൊല്യൂഷൻ ഓറിയന്റഡ് ആയിട്ടാണ് അവർ ചിന്തിക്കുക എന്നുള്ളത്. അപ്പൊ നമ്മൾ ആവശ്യമുള്ളത് കൃത്യമായിട്ട് ചോദിച്ചാൽ അവർക്ക് ഉത്തരം ഉണ്ടാവും. ഉത്തരമില്ലെങ്കിൽ അവരുടെ പ്ലാനില് എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ട് എന്നുള്ളത് അവരുടെ ഉത്തരത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകും എന്നാണ് സ്റ്റീവ് ഹാർവി പറഞ്ഞത്. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ അവരുടെ ഷോർട്ട് ടേം ഗോൾസ് എന്താ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അവരുടെ ലോങ് ടേം ഗോൾസ് എന്താ. കാരണം ഏതൊരു പുരുഷനും ഒരു ആഗ്രഹിക്കുന്ന കാര്യം എന്ന് പറയുന്നത് ലോയൽറ്റിയും സപ്പോർട്ടും, മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ആ ഒരു ഫിസിക്കൽ റിലേഷൻഷിപ്പും ആണ് അത് പറഞ്ഞു. അപ്പോ നമ്മൾ ഈ ലോങ് ടേം ഗോൾ എന്താന്ന് ചോദിക്കുമ്പോൾ ഡെഫിനറ്റ്ലി ഒരു വ്യക്തിക്ക് കൃത്യമായിട്ടുള്ള പ്ലാനിങ് ഉണ്ടാവും. അപ്പൊ ചിലപ്പോ അവർ നമ്മുടെ അടുത്ത് തുറന്നു പറയില്ല. അപ്പൊ നമ്മളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് അവര് ഒരു അത്ര ഒരു ഈസി ഗോയിങ് ആയിട്ടാണ് അവർ കരുതിയേ എന്ന് നമുക്ക് അതിനെ മനസ്സിലാക്കാം. അല്ല, ഒരു ട്രൂ ആയിട്ടുള്ള റിലേഷൻഷിപ്പാണ് അവർ മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നത് എങ്കിൽ നമ്മളോട് കൃത്യതയോടെ അവരുടെ ലോങ് ടേം ഗോൾസ് എന്താണെന്ന് പറയും. അപ്പൊ ചോദ്യങ്ങൾ ചോദിക്കുക മാത്രമല്ല, ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അവരുടെ ഉത്തരം എങ്ങനെയാണ് എന്നും ഒരുപാട് എക്സാമ്പിൾസ് പറഞ്ഞിട്ട് ആ എക്സാമ്പിൾസിലൂടെ അവർ പറയുന്ന ഉത്തരത്തിൽ നിന്ന് എങ്ങനെ നമ്മൾക്കത് വായിച്ചെടുക്കാം എന്നും കൂടിയാണ് ഇത് പറഞ്ഞു തരുന്നത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല്, ഇപ്പൊ തുടക്കത്തിലൊക്കെ പറഞ്ഞതുപോലെ ഒരു പ്രീ മാരിറ്റൽ കൗൺസിലിംഗ് അഡ്വൈസ് ചെയ്യുമ്പോ ഇപ്പൊ പലപ്പോഴും അതൊരു സീരിയസ് ആയിട്ട് എടുത്തിട്ടല്ല ആൾക്കാർ പോകുന്നത്. അപ്പോ ഈ കേട്ടോണ്ടിരിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും റിലേഷൻഷിപ്സ് ഒരു ഭംഗിയായിട്ട് മുന്നോട്ട് പോവാൻ നമ്മുടെ നെക്സ്റ്റ് ജനറേഷന് പറഞ്ഞു കൊടുക്കാൻ പറ്റിയ ഒരു ബുക്കാണ്. കാരണം ഇത്രയും നാളും നമ്മൾ മെൻ ആർ ഫ്രം മാർസ്, വുമൺ ആർ ഫ്രം വീനസ്, അതുപോലെ ജയശെട്ടിയുടെ 8 സ്നേഹത്തെ കുറിച്ചുള്ള ബുക്കിന്റെ കാര്യം നമ്മൾ പറയാനുണ്ടായി. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. പക്ഷെ വളരെ റസിന മാഡം, ആലിസ് മാഡം ഒക്കെ പറഞ്ഞ പോലെ കൃത്യതയോടെ തിയറി ഒന്നും അല്ലാതെ ജീവിതത്തിൽ അനുഭവിച്ചതും കണ്ടതും വെച്ച് കൃത്യതയോടെ പറഞ്ഞു തരാണ്. അപ്പൊ ഇനി നമ്മൾ അടുത്തത് പോകുന്ന മൂന്നാമത്തെ ചോദ്യമാണ് കേട്ടോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഷോർട്ട് ടേം ഗോൾസ് എന്താന്ന് ചോദിച്ചു, ലോങ് ടേം ഗോൾസ് എന്താന്ന് ചോദിച്ചു. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അവരുടെ വ്യൂസ് അബൌട്ട് റിലേഷൻഷിപ്പ്. ഇനി ഏതൊക്കെ ടൈപ്പ് റിലേഷൻഷിപ്സ് ഒന്ന് പറയേണ്ടത്, പലപ്പോഴും ഇപ്പൊ ആലിസ് മാഡം ഒക്കെ ആസ്വദിച്ച് ചിരിക്കുമ്പോൾ നമ്മൾ മനസ്സിലാണ് കപ്പിൾസ് പ്രശ്നമായിട്ട് വന്നിരിക്കുമ്പോ നമ്മളടുത്തൊക്കെ പറയണ ഇതാണ്. അതായത് അവരുടെ അമ്മയുമായിട്ടുള്ള റിലേഷൻഷിപ്പ്, അവരുടെ അച്ഛനുമായിട്ടുള്ള റിലേഷൻഷിപ്പ്, ഇതെല്ലാം കൃത്യമല്ലെന്നാണെങ്കിൽ അതെല്ലാം നമ്മുടെ മാരിറ്റൽ ലൈഫിലേക്കും റിഫ്ലക്ട് ചെയ്യും എന്ന ബോധ്യം, ആ ചോയ്സ് നമ്മള് ഹൂ ടു സ്റ്റാർട്ട് അവർ ജേർണി എന്നുള്ളതിലേ നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് എന്ന് കൃത്യതയോടെ ഇതിൽ പറഞ്ഞു തരികയാണ്. അപ്പൊ അവരുടെ വ്യൂസ് അബൌട്ട് റിലേഷൻഷിപ്പ്, അത് ഒരു റിലേഷൻഷിപ്പ് അല്ല സ്റ്റീവ് ഹാർവി ചോദിക്കണമെന്ന് പറയുന്നത്. ഒന്ന് പാരന്റ്സ്, അതായത് അച്ഛൻ അമ്മ. അടുത്തത് എന്ന് പറയുന്നത് അവര് കുട്ടികളുമായിട്ടുള്ള, അതായത് അവർക്ക് അവരതിൽ പറയുന്നുണ്ട് കുട്ടികൾ വേണമോ വേണ്ടയോ. ഒരു പുരുഷൻ പറയാണ് ഒരു റിലേഷൻഷിപ്പിലേക്ക് കടക്കുമ്പോ ദേ ഡോണ്ട് വോണ്ട് ടു ഹാവ് കിഡ്സ് എന്ന് പറഞ്ഞ ദാറ്റ് ഇസ് എ ഡെഫിനിറ്റ് നോ. അതിലിനി കല്യാണം കഴിഞ്ഞു കഴിയുമ്പോൾ അത് മാറും, അങ്ങനെയുള്ള ചിന്തകളൊന്നും പാടില്ല. അത് പ്രത്യേകിച്ചും നമ്മുടെ കൾച്ചറിനേക്കാളും അമേരിക്കൻ കൾച്ചർ ഊന്നിയാണ് ആ ക്വസ്റ്റ്യൻ അവിടെ പ്രാധാന്യം പറഞ്ഞത്. ഇനി അടുത്ത വ്യൂ പറയണതാണ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളത്. വാട്ട് ഈസ് ദെയർ റിലേഷൻഷിപ്പ് വിത്ത് ഗോഡ് എന്നുള്ളത് നമ്മൾ ചോദിക്കണം. അപ്പൊ ആ ഒരു സ്പിരിച്വൽ കണക്ഷൻ, കാരണം ഏത് റിലീജിയനും ആയിക്കോട്ടെ ആ ഒരു ഫെയ്ത്ത് എന്ന് പറയുന്നത്, അതായത് രണ്ട് വ്യക്തിപരം വിശ്വാസം ഉണ്ടാവാം, വിശ്വാസം ഉണ്ടാവാതിരിക്കും. നമ്മുടെ പോയിന്റ് ഓഫ് വ്യൂ എന്താണ്, നമ്മുടെ പോയിന്റ് ഓഫ് വ്യൂ ആയിട്ട് നമുക്ക് കോമ്പാറ്റബിൾ ആവാൻ സാധ്യതകൾ ഉണ്ടോ ഇല്ലയോ. കാരണം ഇതെല്ലാം കാഴ്ചപ്പാടുകളാണ്. എന്റെ കാഴ്ചപ്പാടുമായിട്ട് യോജിക്കുന്നതാണെങ്കിൽ ഇറ്റ് ഇസ് ഓക്കെ ആൻഡ് ഫൈൻ അല്ലേ. അപ്പോ ദൈവത്തിനോടുള്ള വ്യൂ, കുട്ടികളോടുള്ള വ്യൂ, പാരന്റ്സ്, അത് അച്ഛനോടും അമ്മയോടും പ്രത്യേകം പറയേണ്ട. അമ്മയിൽ നിന്ന് അമ്മയുടെ റിലേഷൻഷിപ്പിൽ നമ്മൾ ചോദിക്കേണ്ടത് എന്താണെന്നും അച്ഛനുമായിട്ടുള്ളത് എന്താണെന്നും അച്ഛനുമായിട്ടുള്ള റിലേഷൻഷിപ്പ് സ്ട്രോങ് ആയിട്ട് വരുമ്പോൾ അവരെങ്ങനെയാണ് അവരുടെ ക്യാരക്ടറിലേക്ക് അത് റിഫ്ലക്ട് ചെയ്യുക എന്നെല്ലാം നമുക്ക് കൃത്യമായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. ഇനി കമ്മിങ് ടു ഫോർത്ത് ക്വസ്റ്റ്യൻ,
അവര് നമ്മളുമായിട്ടുള്ള വാട്ട് ഡു യു തിങ്ക് അബൌട്ട് അവർ റിലേഷൻഷിപ്പ്, അതായത് നമ്മളുമായിട്ടുള്ള റിലേഷൻഷിപ്പില് വാട്ട് ഡു യു തിങ്ക് അബൌട്ട് മീ എന്നാണ് ചോദിക്കുന്നത്. അപ്പോ അത് പെരിഫറിയിലാണോ പറയണേ, അല്ലോ ഇന്നർ ലെയറിലേക്ക് പോകുന്നുണ്ടോ? അതായത് വാട്ട് ഡു യു തിങ്ക് അബൌട്ട് മീ. 4ാമത്തെ ക്വസ്റ്റ്യൻ, അതായത് 4 കഴിഞ്ഞു അല്ലേ? ഇനി 5ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 5ാമത്തെ ക്വസ്റ്റ്യൻ ഇത് രണ്ടും കൂടി കളക്ട് ചെയ്ത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ 5ാമത്തെ ക്വസ്റ്റ്യൻ കൂടി പറയാം. ഹൗ ഡു യു ഫീൽ അബൌട്ട് മീ എന്നത് വളരെ എക്സാമ്പിൾ ആയിട്ട് അവർ പറയുന്നുണ്ട്. അതായത് ഹൗ ഡു യു തിങ്ക് അബൌട്ട് മീ എന്ന് പറയുമ്പോൾ അവരെങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യുന്നത്. അതായത് എന്റെ എന്ത് കാര്യമാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് ചോദിക്കുമ്പോൾ വളരെ വേഗമായിട്ട് കാണാൻ നല്ല ഭംഗിയുടെ, നന്നായിട്ട് സംസാരിക്കും, അല്ലാന്നാണെങ്കിൽ യു ആർ കൈൻഡ് നേച്ചർ എന്നൊക്കെ അവർ പറയുന്നത്. അപ്പോ ഹൗ ഡു യു ഫീൽ അബൌട്ട് മീ എന്നുള്ളതിൽ നമ്മൾ വീണ്ടും ചോദിക്കണമെന്ന്. അതായത് അതിപ്പോ നമ്മൾ സുഖിപ്പിക്കാൻ പറയണതാണോ അതോ ശരിക്കും ഒബ്സർവ് ചെയ്ത് നമ്മൾക്കത് ഉണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തിയിട്ട് പറയണോ എന്നുള്ളത് നമ്മൾ വീണ്ടും, അതായത് പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആ പെരിഫറിയിൽ നിൽക്കാനേ ആഗ്രഹമുള്ളൂ. കാരണം അവർ ഈ പറഞ്ഞ പോലെ 7000 വേർഡ്സ് അല്ലേ ഉള്ളൂ അവരുടെ കയ്യിൽ, ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം. അപ്പൊ ഒരു ഇന്നർ ലെയേഴ്സിലേക്ക് പോകാൻ അവർക്ക് വലിയ താല്പര്യം ഉണ്ടാവില്ല. പക്ഷെ ഒരു കമ്മിറ്റഡ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആണ് അവർ ആഗ്രഹിക്കുന്നതെന്നാണെങ്കിൽ ഈ ഒരു കൈൻഡ്നെസ് ഉള്ള നേച്ചറാണ് എൻ്റെ എന്ന് പറഞ്ഞല്ലോ. അത് എപ്പോഴാണ് അത് തോന്നിയത്, ഹൗ ഡു യു ഫീൽ ഇറ്റ് എന്നുള്ളത് ചോദിക്കുമ്പോൾ അത് സത്യസന്ധമായിട്ടാണ് പറഞ്ഞതെന്നാണെങ്കിൽ വിത്ത് എക്സാമ്പിള്, അതായത് 1 ലൈനർ ആണെങ്കിലും വിത്ത് എക്സാമ്പിൾ അവർ പറഞ്ഞു. അല്ല അവരൊരു എന്താ പറയണേ, ഒരു ഷുഗർ കോട്ടിങ്ങിന് വേണ്ടിയിട്ട് ചുമ്മാ സുഖിപ്പിക്കാൻ വേണ്ടിയാ പറഞ്ഞതെന്നാണെങ്കിൽ അവര് തപ്പിത്തടയും. അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിക്കൊള്ളണം എന്നാണ് പറയുന്നത്. ദാറ്റ് ഇസ് ദ 5 ക്വസ്റ്റ്യൻസ്. ഇനി അടുത്ത ചാപ്റ്ററിൽ അതിലും രസകരമായിട്ടുള്ള ഒരു കാര്യമാണ് പറയുന്നത്. ഹെൻറി ഫോർഡ് മോട്ടോർ കമ്പനിയിലാണ് സ്റ്റീവ് ഹാർവി 1977 ഒരു സ്റ്റോറിയാണ് പറയുന്നത്. അതിൽ പറയുന്നത് വെച്ച് കഴിഞ്ഞാല് ദ 90-day റൂൾ, ഗെറ്റിംഗ് ദ റെസ്പെക്ട് യു ഡിസേർവ്. അത് നമ്മുടെ ഡ്യൂട്ടിയാണ്. ഗെറ്റിംഗ് ദ റെസ്പെക്ട് യു ഡിസേർവ്. ഹൗ? ഒരു 90 days ഒരു പ്രൊബേഷൻ പീരീഡ് കൊടുക്കണം എന്നാ പറയുന്നത് ഏതൊരു റിലേഷൻഷിപ്പിനും. ഇതിപ്പോ നമ്മള് ഹാബിറ്റ് ഫോർമേഷനിൽ 21 days മിത്ത് ആലിസ് മാഡം നമുക്ക് ബ്രേക്ക് ചെയ്ത് തന്ന പോലെ ഒരു ഹാബിറ്റ് ഫോം ചെയ്യാനായിട്ട് 90 days എടുക്കും എന്നാണ് പറയുന്നത്. അപ്പോ 90 days ഏതൊരു റിലേഷൻഷിപ്പിനും ഒരു പ്രൊബേഷൻ പീരീഡ് കൊടുത്തിട്ട് ഹെൻറി ഫോർഡിന്റെ കമ്പനിയിൽ ജോയിൻ ചെയ്തപ്പോ സ്റ്റീവ് ഹാർവി പറയുന്ന ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, അവിടെ നമുക്ക് ജോലി സ്ഥിരമാവണമെന്നുണ്ടെങ്കിലും നമുക്ക് മെഡിക്കൽ, ഡെന്റൽ ഇൻഷുറൻസ് എല്ലാം കിട്ടണമെന്നുണ്ടെങ്കിലും നമ്മൾ വേർത്ത് ആണെന്ന് അവിടെ പ്രൂവ് ചെയ്യണം. ജോലി ചെയ്ത് നമ്മുടെ സ്കിൽസ്, നമ്മുടെ നോളേജ് എല്ലാം നമ്മൾ പ്രൂവ് ചെയ്താലാണ് നമുക്ക് ആ ജോബ് പെർമനന്റ് ആയി കിട്ടുള്ളൂ. അതിപ്പോ ഗവൺമെന്റിലാണെങ്കിലും പല പ്രൈവറ്റ് സെക്ടേഴ്സിലും, നമ്മുടെ നാട്ടിലും അത് ആപ്ലിക്കബിൾ ആണ് അല്ലെ. നമുക്ക് ഏത് ജോലിക്ക് ഒരു പ്രൊബേഷൻ പീരീഡ് ഒക്കെ ഉണ്ട്. അപ്പോ ഏതൊരു റിലേഷൻഷിപ്പിലേക്കും ഈ ഡേയ്സ് നമ്മൾ എടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് എന്ന് സ്റ്റീവ് ഹാർവി പറഞ്ഞു തരികയാണ്. ഇതില് ഈ 90 days നമ്മൾ നോക്കിക്കാണേണ്ടത് എന്തൊക്കെയാണ്? അതായത് അവര് ഈ ജോലി, ഹെൻറി ഫോർഡിന്റെ കമ്പനിയില് ജോലി കയറുമ്പോ നോക്കേണ്ട 3 കാര്യങ്ങൾ അത് പറയേണ്ടത്. അതായത് അവരെങ്ങനെയാണ് മറ്റുള്ളവരുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നത്, എങ്ങനെ, എത്രത്തോളം ഹാർഡ് വർക്കിംഗ് ആണ്, അങ്ങനെ 3-4 കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അതായത് അവർ ഹാർഡ് വർക്കിംഗ് ആണോ, പങ്ക്ച്വൽ ആണോ, അവരെങ്ങനെയാണ് സീനിയേഴ്സിനെ റെസ്പെക്ട് ചെയ്യുന്നത്, ആൻഡ് ദർ റിലേഷൻഷിപ്പ്, മ്യൂച്വൽ റിലേഷൻഷിപ്പ്. ഇപ്പോഴും നിങ്ങൾ ആലോചിച്ച് നോക്കും, നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട്, നമ്മൾ IT സെക്ടറിലൊക്കെ ഒരു ജോബ് ഇന്റർവ്യൂ എന്ന് പറയുന്നത് ഇപ്പൊ വളരെയധികം ഡീറ്റെയിൽഡ് ആണ്. അവിടെ ഒരു ഡിസ്കഷൻ വരെ ഞാൻ പറ്റി, എന്നിട്ട് ഞങ്ങൾ പോയി. അപ്പൊ കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഇംപ്രൂവ് ചെയ്യാൻ പറ്റുന്നു എന്നൊക്കെ പറഞ്ഞ് നമുക്ക് കൗൺസിലിംഗിൽ വരാറുണ്ട്. അപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാല് കൊളാബറേഷൻ എന്ന് പറയുന്നത് ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു സ്കില്ലാണ്. അതായത് ചേർന്ന് പോകുക എന്ന് പറയുന്നത് കോമ്പാറ്റബിൾ ആണോ ഒരു നമ്മൾ എന്ന ആ ഒരു പ്രൊബേഷൻ പീരീഡിൽ നോക്കുന്നുണ്ട്. അപ്പൊ ഈ 4 കാര്യങ്ങളും നമ്മൾ ഈ 90 days നമ്മൾ ഈ വ്യക്തികളുമായിട്ട് ഡേറ്റിങ്ങിന് പോകുന്ന സമയത്ത് മീറ്റ് ചെയ്യുമ്പോഴും ഒക്കെ ഈ പ്രൊബേഷൻ പീരീഡില് നമ്മൾ ഈ കാര്യങ്ങളെല്ലാം നോക്കണം. അയാൾക്ക് ടൈമിനോട് റെസ്പെക്ട് ഉണ്ടോ, മണിയോട് റെസ്പെക്ട് ഉണ്ടോ, വ്യക്തികളോട് റെസ്പെക്ട് ഉണ്ടോ എന്നുള്ളത് കൃത്യമായിട്ട് നമ്മൾ ഒബ്സർവ് ചെയ്ത് മനസ്സിലാക്കണം. കാരണം എന്താ, നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. റസിന മാഡം ഞങ്ങൾക്ക് പ്രീ മാരിറ്റൽ കൗൺസിലിംഗ് ഒക്കെ എടുക്കുമ്പോൾ പറയുന്ന ഒരു കാര്യം, നമ്മളൊരു യാത്ര തുടങ്ങുമ്പോൾ എത്ര കൃത്യതയോടെ അതിന്റെ ഇഗ്നറി എല്ലാം നോക്കി പ്ലാനിങ് നടത്തി കൃത്യമായിട്ടുള്ള ഫ്ലൈറ്റ് അത് അവിടെ ചാർട്ട് ചെയ്ത് കഴിയുമ്പോൾ എത്ര സമയം ഒന്നും പോകാതെ എങ്ങനെ ഇത് പ്ലാൻ ചെയ്ത് പാക്കപ്പ് ചെയ്തിട്ടൊക്കെയാത്ത
നമ്മൾ പല ട്രിപ്പും ഇന്റർനാഷണൽ ട്രിപ്സിനും ഒക്കെ പോകുന്നത്. ഈ ലൈഫ് എന്ന് പറയുന്ന ഈ ഒരു ജേർണി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഡിസിഷന് നമ്മൾ ഈ ഒരു 90 days ഒരു പ്രൊബേഷൻ പീരീഡ് കൊടുത്ത് അത് കൃത്യതയോടെ ഈ കാര്യങ്ങളെല്ലാം നോക്കണം. അത് നമ്മുടെ 5 questions പറഞ്ഞവിടത്തും അതെ, ഈ ഒരു 90 days പ്രൊബേഷൻ പീരീഡിലും അതെ. ഇതിന്റെ ഏറ്റവും ആ ചാപ്റ്ററിന്റെ ഒക്കെ ലാസ്റ്റ് കൃത്യതയോടെ സ്റ്റേറ്റ്മെന്റ്സ് വരെ നമുക്ക് തരുന്നുണ്ട്. കാരണം നമ്മൾ എന്ത് ക്വസ്റ്റ്യൻ ആണ് ചോദിക്കേണ്ടത് എന്നുള്ളതിന്റെ എക്സാമ്പിൾസ് 19 സ്റ്റേറ്റ്മെന്റ്സ് ആയിട്ട് എഴുതിയിട്ട് 2 ചാപ്റ്ററിന്റെയും പുറകിൽ തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഒരു ഫുൾ പ്രൂഫ് ബ്ലൂ പ്രിന്റ് ആണ് നമ്മുടെ കൈ കിട്ടുന്നത്. അപ്പൊ അത് നമ്മൾ യൂട്ടിലൈസ് ചെയ്ത് നമ്മുടെ ലൈഫ് ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ആക്ട് ലൈക്ക് എ ലേഡി ആൻഡ് തിങ്ക് ലൈക്ക് എ മാൻ, ഇത് ഇപ്പൊ ആലിസ് മാഡം പറഞ്ഞു, ആലിസ് മാഡത്തിന്റെ മോളുടെ കാര്യം പറഞ്ഞു അല്ലെ. ഇപ്പൊ ഈ പറഞ്ഞതുപോലെ ആക്ട് ലൈക്ക് എ ലേഡി ആൻഡ് തിങ്ക് ലൈക്ക് എ മാൻ എന്ന് പറയുമ്പോൾ നമുക്ക് എനിക്ക് തോന്നുന്നത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് ആക്ട് ലൈക്ക് എ ലേഡി എന്ന് പറയുമ്പോൾ ആ ലേഡിയുടെ കമ്പാഷനും ആ സെൽഫ് റെസ്പെക്ട് മെയിൻറ്റെയിൻ ചെയ്യണേന്റെ ആ വേർത്തും കാര്യങ്ങളും എല്ലാം നിലനിർത്തിക്കൊണ്ട് നമ്മൾ ഈ തിങ്ക് ലൈക്ക് എ മാൻ എന്ന് പറയുമ്പോൾ സൊല്യൂഷൻ ബേസ്ഡ് ആയിട്ടാണെങ്കിലും അതെ, ഇങ്ങനെ ഒരു നമുക്കറിയാം നമ്മൾ സ്ത്രീകൾ ഒരുപാട് സംസാരിക്കും എന്നുള്ളത്. അപ്പോ അത് കൃത്യതയോടെ ആവശ്യമുള്ളത് മാത്രം പറഞ്ഞ് സ്റ്റോപ്പ് ചെയ്ത് നമ്മളെ മോൾഡ് ചെയ്യാനായിട്ട് നമ്മളും പഠിച്ച് ആ ഒരു അവയർനെസ് എന്ന് പറയുന്നത് നമ്മുടെ ക്ലാരിറ്റി വരുമ്പോ കൺഫ്യൂഷൻസ് കുറയും എന്ന് വിനി മാം പറഞ്ഞു നിർത്തിയോട്ട് അത് എങ്ങനെ ചെയ്യണം എന്നുള്ളതിന്റെ ഒരു സൊല്യൂഷൻ ആയിരുന്നു ഈ ചാപ്റ്റേഴ്സ്. ഇനി എനിക്ക് കിട്ടിയ ലാസ്റ്റ് ചാപ്റ്ററിന്റെ അതിൽ പറയണത് അത് നമ്മുടെ കൾച്ചറുമായിട്ട് വളരെയധികം ചേർന്ന് നിൽക്കുന്നതല്ല. അപ്പൊ ഒരു സെക്കൻഡ് മാരേജ് ഒക്കെ വന്ന് കുട്ടികളുള്ളവർ അടുത്ത റിലേഷൻഷിപ്പിലേക്ക് പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് അതിൽ പറഞ്ഞു തന്നിരിക്കുന്നത്. നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തിൽ ഇവിടെയും കുറെയൊക്കെ അത് ആപ്ലിക്കബിൾ ആണെങ്കിലും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പൊ ഒരു വ്യക്തിയെ മാത്രമല്ല ആ കുട്ടികളോട് അവരുടെയുള്ള ബിഹേവിയർ എങ്ങനെയാണ് എന്ന് ഒരു ഡേറ്റിംഗ് പോകുന്നത് പോലെ കുട്ടികളുമായിട്ട് മീറ്റ് ചെയ്യിച്ച് ആ കുട്ടികളുടെ ടാൻട്രംസ് ഒക്കെ എങ്ങനെയാണ് ആ വ്യക്തി മാനേജ് ചെയ്യണേ എന്നെല്ലാം നോക്കിയിട്ട് വേണം തീരുമാനമെടുക്കാൻ. അല്ല ആ വ്യക്തി ഇപ്പൊ ഒരു കുട്ടികൾ ഒരു ലോങ് ലാസ്റ്റിംഗ് റിലേഷൻഷിപ്പിലേക്ക് അവർക്ക് പോകാൻ താല്പര്യമുണ്ടോ ഇല്ലയോ എന്നുള്ളത് അവരെങ്ങനെ നമ്മുടെ കുട്ടികളെ നോക്കി കാണുന്നു എന്നുള്ളത് വെച്ച് നമുക്ക് ഡിസൈഡ് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരുപാടധികം ടിപ്സ് ആണ് ആ 3ാമത്തെ ചാപ്റ്ററിൽ പറഞ്ഞു തരുന്നത്. വിത്ത് ദാറ്റ് നോട്ട് ഐ കൺക്ലൂഡ്. താങ്ക് യു. താങ്ക് യു ഉഷ. ഒരു നല്ല എക്സാമ്പിൾ, ഇപ്പൊ ഒരു ക്ലാരിറ്റി കിട്ടി. മൈ ഡോട്ടർ ഈസ് തിങ്കിങ് ലൈക്ക് എ ആക്ട് ലൈക്ക് എ ലേഡി ആൻഡ് തിങ്ക് ലൈക്ക് എ മാൻ. രണ്ടും കൂടി ഉണ്ട്. അപ്പൊ എനിക്കൊരു ക്ലാരിറ്റി കിട്ടി അതിനകത്ത്. അപ്പൊ ഉഷ പറഞ്ഞ പോലെ ഈ ബന്ധങ്ങളുടെ കാര്യം പറഞ്ഞല്ലോ, ഇതിപ്പോ ഒരു പ്രീമാരിറ്റൽ കൗൺസിലിങ്ങിന് പറ്റിയൊരു ബുക്കാണെന്ന് പറഞ്ഞല്ലോ, ശരിയാണ്. പക്ഷെ ഏത് ബന്ധങ്ങൾ എടുത്തു നോക്കിയാലാവുന്നു, ഞാൻ ഉഷ പറഞ്ഞുകൊണ്ടിരുന്നപ്പോ ബന്ധങ്ങളല്ലേ, ഏത് ബന്ധങ്ങളാണെങ്കിലും ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ചോദിച്ചിട്ടുണ്ടാവും. ഇപ്പം നമ്മളോട് പറയാറില്ലേ കൗൺസിലിങ്ങിന് വരുമ്പോ, അന്നൊക്കെ സംസാരിച്ചുകൊണ്ട് കല്യാണത്തിന് മുമ്പ് സംസാരിച്ചുകൊണ്ടിരുന്ന മാഡം എനിക്കൊന്നും തോന്നിയിട്ടില്ല, എല്ലാം നല്ലതായിട്ടാ തോന്നിയത്, എന്താണ് അവിടെ കുഴപ്പം പറ്റിയത്? ഈ ക്വസ്റ്റ്യൻസ് ചോദിച്ചില്ല. ക്വസ്റ്റ്യൻസ് ചോദിക്കൊന്നും വേണ്ട, ഇതിന്റെ ആൻസർ അവരിൽ നിന്ന് എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു എഫേർട്ട് അവിടെ നടന്നിട്ടില്ല എന്നുള്ളതാണ് അതിന്റെ അർത്ഥം അല്ലെ. അത് ഏതൊരു റിലേഷൻഷിപ്പിലും ഇത് ഇമ്പോർട്ടന്റ് ആണ്. ചിലര് പറഞ്ഞു കേട്ടിട്ടില്ലേ നമ്മള്, എനിക്കങ്ങനെ കണ്ടിന്യൂസ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ഒന്നും ഇഷ്ടമല്ല, അതിന്റെ ആവശ്യം കഴിഞ്ഞാൽ ഞാൻ അതിനകത്തുനിന്ന് മാറിപ്പോകുന്നു അല്ലേ. ആ റിലേഷൻഷിപ്പ് എങ്ങനെയാ നീണ്ടുപോകില്ല. അതുകൊണ്ടാണ് ഈ കമ്പനികളൊക്കെ നമ്മൾ ഒരുമിച്ച് ആൾക്കാർ കൂടിക്കഴിഞ്ഞിട്ട് അത് അത് ഇടയ്ക്ക് ഇല്ലാതായി പോകുന്നത്. ഇപ്പൊ ഞാൻ ഓർക്കുകയാണെ, നമ്മള് ചക്രപാണി സാർ എന്റെ വീട്ടിൽ വന്നപ്പോ ഒരു ചോദ്യം ചോദിച്ചില്ലേ പുറത്തോട്ട് ഇറങ്ങിയപ്പം, ഓർക്കുന്നുണ്ടാവും എനിക്ക് തോന്നുന്നു. നിങ്ങൾ രണ്ടുപേരും എങ്ങനെയാണ് ഇങ്ങനെ ഇത്രയും നാൾ ഒരുമിച്ച് പോണേ, ഇത് ഒരു സ്ഥലത്തും കാണാത്ത കാര്യമാണല്ലോ എന്ന്. അപ്പൊ എനിക്ക് തോന്നി ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി വി ആസ്ക്ഡ് ഓൾ ദീസ് ക്വസ്റ്റ്യൻസ്, അല്ലെങ്കിൽ ആ ക്വസ്റ്റ്യന്റെ ആൻസർ എലിസിറ്റ് ചെയ്തിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് അതിനകത്ത്. കാരണം വെച്ചാല് അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റണമെങ്കിൽ നമ്മൾ ഇങ്ങോട്ടുള്ള ഈ ക്വസ്റ്റ്യൻസിന്റെ ഒക്കെ ആൻസർ നമ്മൾ തന്നെ ചെയ്യണം അല്ലെ. ഇതിപ്പോ ഒരു റിലേഷൻഷിപ്പ് ആണ്, ഇതിപ്പോ ബ്രേക്ക് ചെയ്താലും വലിയ പ്രശ്നമൊന്നും ലോകത്തൊന്നും സംഭവിക്കാൻ പോണില്ല. പക്ഷേ നമ്മളൊരു മാരിറ്റൽ റിലേഷൻഷിപ്പില് ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പക്ഷെ അത് ചോദിച്ച് മനസ്സിലാക്കേണ്ട ഒരു കാര്യവും കൂടിയാണത്. എല്ലാരും ചോദിച്ചാൽ ചിലപ്പോൾ നിന്റെ ലോങ് ടൈം ഗോൾ ഏതാണ്, ഷോർട്ട് ടൈം ഗോൾ ഏതാണ് എന്നൊക്കെ ചോദിച്ചാലൊന്നും ആരും ഓപ്പൺ അപ്പ് ചെയ്യില്ല, ഒരു മാനും ഓപ്പൺ അപ്പ് ചെയ്യില്ല. പക്ഷേ ആ ഇന്ററാക്ഷൻ 90 days അല്ലെങ്കിൽ 90 daysൽ കൂടുതൽ ഡേയ്സ് എടുത്തോട്ടെ, പക്ഷെ അതിൽ നിന്ന് ആ ഇന്ററാക്ഷനിൽ നിന്ന് ഇതിന്റെയൊക്കെ ആൻസർ എലിസിറ്റ് ചെയ്യാനുള്ള കഴിവ് പെൺകുട്ടികൾക്ക്
ഉണ്ടാവണം അല്ലേ? അതാണ് എനിക്ക് ഉഷ ഇത് ഷെയർ ചെയ്തപ്പോ നേരത്തെ ഉഷ ഇത് എന്നോട് പറഞ്ഞിരുന്നു. അതുകൊണ്ട് എനിക്ക് അന്ന് തോന്നുന്നതാണ്. അപ്പൊ നമുക്ക് ഈ ബുക്ക് എന്ന് പറയുന്നത് ഒരു പ്രഷ്യസ് ബുക്കാണ്. പക്ഷെ അതിന് നോക്കിക്കാണേണ്ട ഒരു രീതിയുണ്ട്. ഒരു ഇന്നർ ഡെപ്തിലേക്ക് പോയി നമ്മൾ നോക്കിക്കാണുക. അതുപോലെ തന്നെ ഇത് പ്രാക്ടിക്കലായിട്ട് വളരെ ഓപ്പൺ ആയിട്ട് പറഞ്ഞിരിക്കുന്ന ഒരു ബുക്കും കൂടിയാണ്. അപ്പൊ അതുകൊണ്ട് ഇത് കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞില്ലേ ഷോർട്ട് ടേം ഗോൾസ് എന്താ, ലോങ് ടേം ഗോൾസ് എന്താ, അതൊക്കെ ഒരു തിയററ്റിക്കൽ പാർട്ട് ഇതൊക്കെ ചോദിക്കണം എന്ന് പറഞ്ഞ ചില സിനാരിയോസ്. എന്നിട്ട് അതിന്റെ ബ്യൂട്ടി എന്താന്ന് വെച്ച് കഴിഞ്ഞാല് 19 സ്റ്റേറ്റ്മെന്റ്സ് തന്നിരിക്കുക. അതായത് ഇപ്പം അതിൽ ആ 90 ഡേയ്സ് പീരീഡിലാണെങ്കിലും അതെ, ഈ 5 ക്വസ്റ്റ്യന്റെ ആണെങ്കിലും അതെ, ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു സിംഗറിന്റെ ഒരു കൺസേർട്ടിന് ഒരുമിച്ച് പോവുക. സോ ഹൗ ദേ എൻജോയ്, അങ്ങനെ അതായത് വളരെ പ്രാക്ടിക്കൽ ആയിട്ട് ഈ ചോദ്യങ്ങൾ എങ്ങനെ ഇൻഡയറക്ട്ലി ചോദിക്കാം എന്നുള്ളതിന്റെ സ്റ്റേറ്റ്മെന്റ്സ് വരെ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് അതിൽ. അതെ, ഞാൻ ഇന്നലെ നമ്മുടെ അടുത്ത് വന്ന ഒരു കൗൺസിലിംഗ് കേസിനോട് ചോദിച്ച ഒരു ചോദ്യമുണ്ട്. നിങ്ങൾക്ക് ഒരു വീട്ടിന്റെ പുറത്തിരുന്ന ഒരു സൺസെറ്റ് അല്ലെങ്കിൽ ഒരു സൺറൈസ് നിങ്ങൾക്ക് ഒരുമിച്ചിരുന്ന് സന്തോഷിച്ച് കാണാൻ പറ്റാറുണ്ടോ എന്ന് ചോദിച്ചപ്പോ ഇല്ലാന്നാ പറഞ്ഞത്. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? അപ്പൊ ബീന മാം റെഡിയാന്ന് തോന്നുന്നു മൈക്ക്. ഓക്കെ. അപ്പൊ നെക്സ്റ്റ് അടുത്ത ആളിലേക്ക് പോവാം നമുക്ക്. ഓവർ ടു ബീന മാം. കേക്കാമോ? കേക്കാം. ഓക്കെ. എന്റേത് ചാപ്റ്റർ 13, 14, 15 ആണ്. ലാസ്റ്റ് 3 ചാപ്റ്റേഴ്സ് ആണ്. ചാപ്റ്റർ 13 പറയുന്നത്, ഇതിപ്പോ ഞാൻ കേട്ട എല്ലാ ചാപ്റ്റേഴ്സും വെച്ചിട്ട് നിങ്ങൾ ഓൾറെഡി ഞാൻ പറഞ്ഞ ചാപ്റ്റേഴ്സ് ഒക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് ഏകദേശം. ചാപ്റ്റർ 13 പറയുന്നത് സ്ട്രോങ്, ഇൻഡിപെൻഡന്റ് ആൻഡ് ലോൺലി വിമൻ. ഒരു സ്ത്രീ സ്ട്രോങ് ആണ്, ഇൻഡിപെൻഡന്റ് ആണ് എന്നുള്ളതൊക്കെ വളരെ സന്തോഷകരമായ കാര്യമാണ്. എല്ലാം നല്ലതാണ്. ഹൈലി എഡ്യൂക്കേറ്റഡ് ആണ്, ക്വാളിഫൈഡ് ആണ്, അതുപോലെ ഫൈനാൻഷ്യലി സെറ്റിൽഡ് ആണ്. ഇതെല്ലാം നല്ല കാര്യങ്ങളാണ്. പക്ഷെ പുരുഷൻ ആഗ്രഹിക്കുന്നത് ആ വ്യക്തിയുടെ ജീവിതത്തിൽ അയാൾക്കൊരു പ്ലേസ് ഉണ്ടാവണം. പുരുഷന്റെ പ്ലേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ അവരെ കൊണ്ട് ഒരു ഉപകാരം ഉണ്ടാകുന്ന രീതിയിൽ അവര് ഒരു സ്റ്റെപ്പ് മേലെ ആയിരിക്കണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. എത്ര ക്വാളിഫൈഡ് ആണ്, എന്ത് വലിയ കമ്പനിയുടെ CEO ആണെന്ന് പറഞ്ഞാലും സ്ത്രീ അങ്ങനെയുള്ള സ്ട്രോങ് ഇൻഡിപെൻഡന്റ് ലേഡി ആണെങ്കിലും പുരുഷൻ ഒരു ക്ലർക്ക് ആണെങ്കിൽ പോലും ആ ഒരു സ്റ്റെപ്പ് മേലെ ആയിരിക്കണം ആ ക്ലർക്കിന്റെ ഒരു സ്ഥാനം. അപ്പൊ ഒരു സ്ട്രോങ് ലേഡി ആണെന്നത്, ഇൻഡിപെൻഡന്റ് ആണെന്നതും ഒക്കെ നല്ല കാര്യമാണ്. പക്ഷേ അങ്ങനെ ഒരു സ്ത്രീയെ അല്ല ഒരിക്കലും ഒരു പുരുഷൻ ആഗ്രഹിക്കുന്നത്. അവര് നല്ല എന്താ പറയുന്ന പുരുഷന്മാര് അങ്ങനെ സ്ട്രോങ് ആയിട്ടുള്ള ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള സ്ത്രീകളുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോവാൻ ഒരു മടി കാണിക്കും. കാരണം അവരൊക്കെ ഒരു പ്ലേസ് കൊടുത്തില്ല എങ്കിൽ, അവളുടെ ജീവിതത്തിൽ എനിക്കൊരു വിലയുണ്ട് എന്ന് തോന്നണം. അപ്പോൾ ആ ഒരു ഇമോഷണൽ സ്പേസ് കൊടുക്കുന്നില്ല എങ്കിൽ പുരുഷൻ സ്വാഭാവികമായിട്ടും ആലോചിക്കുന്നത് അവൾക്ക് ഞാൻ എന്തിനാ, അവളുടെ ജീവിതത്തിൽ എനിക്ക് പ്രത്യേകിച്ച് റോളൊന്നും ഇല്ല. കാരണം ഷീ ഈസ് സ്ട്രോങ്, ഷീ ഈസ് ഇൻഡിപെൻഡന്റ്, ഫൈനാൻഷ്യലി എല്ലാ രീതിയിലും സ്ട്രോങ് ആണ്, എന്നെക്കാളും ബെറ്റർ ആണ്. അപ്പൊ എനിക്ക് പ്രത്യേകിച്ച് റോളൊന്നും ഇല്ല എന്നുള്ളൊരു തോന്നലില് ആ ബന്ധം മോശമാവാനാണ് സാധ്യത കൂടുതൽ. അതില് ഞാൻ ഒരുപാട് എക്സാമ്പിൾസ് ഒന്നും പറയണില്ല, കാരണം ഓൾറെഡി 9 മണി കഴിഞ്ഞു. അതില് 3 കാര്യങ്ങളാണ് പുരുഷൻ അയാളുടെ ലവ് കാണിക്കാൻ ഉപയോഗിക്കുന്നതെന്നാണ് ഹാർവി പറയുന്നത്. ഒന്ന് പ്രൊഫസിങ് മീൻസ് ആ ലവ് എക്സ്പ്രസ് ചെയ്യുക, വാക്കാലെ എക്സ്പ്രസ് ചെയ്യുന്നതിനാണ് പ്രൊഫസ് എന്ന് പറയുക. പ്രൊഫസിന് ഒരുപാട് മീനിങ്സ് ഉണ്ട്, ഈ കോണ്ടെക്സ്റ്റിൽ ഇതാണ് മീനിങ്. പിന്നെ പ്രൊവൈഡിങ്, അവൾക്ക് വേണ്ടുന്ന കുറെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ ആഗ്രഹിക്കുക. അതായത് ഞാനാണ് ഈ ഫാമിലിയുടെ ഹെഡ് എന്ന് തോന്നിക്കുന്ന രീതിയിൽ പ്രൊവൈഡർ ആയിട്ടുള്ള റോള് കാണിക്കുക. പ്രൊട്ടക്റ്റിംഗ്, അപ്പം 3 P ആണ് അവിടെ: പ്രൊഫസിങ്, പ്രൊവൈഡിങ്, പ്രൊട്ടക്റ്റിംഗ്. ഇത് 3ഉം സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ സ്ട്രോങ് ഇൻഡിപെൻഡന്റ് വുമണിനും നല്ല ഒരു ഒരു മാനിനെ കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അതാണ് ചാപ്റ്റർ 13 പറയുന്നത്. ചാപ്റ്റർ 14 ഹൗ ടു ഗെറ്റ് ദ റിംഗ്. ഇത് പക്ഷെ ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ എത്ര സത്യമാണെന്നുള്ളത് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇത് കുറച്ച് വെസ്റ്റേൺ കൾച്ചറാണ്.
പറയുന്നത് ഹൗ ടു ഗെറ്റ് ദ റിംഗ്. ഒരിക്കലും ഒരു പുരുഷൻ ഒരു റിലേഷൻഷിപ്പിലായിരിക്കുമ്പോൾ, ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരിക്കലും അവൻ ആദ്യം കയറി നമുക്ക് കല്യാണം കഴിക്കാം എന്ന് പറയാനത് സാധ്യത കുറവാണ്. അങ്ങനെ പറയണം എന്നുണ്ടെങ്കിൽ ഹി ഷുഡ് ബി റെഡി ഫോർ ദാറ്റ്. ഒരു മെന്റലി റെഡി ആയെങ്കിൽ മാത്രം, ഫിസിക്കലി ഓൾവേസ് റെഡി, ബട്ട് ദ തിങ് ഇസ് മെന്റലി റെഡി ആവണം. മെന്റലി റെഡി ആവണം എന്നുണ്ടെങ്കിൽ അയാളുടെ ഫുൾ ബാക്ക്ഗ്രൗണ്ട്, ഒരു ഫാമിലിയെ സെറ്റിൽഡ് ആവാനുള്ള എല്ലാ ഇതും ഉണ്ടെങ്കിൽ മാത്രമേ അയാൾ അത് സമ്മതിക്കുള്ളൂ. അപ്പൊ ഒരു സ്ത്രീ ഇന്ന് പറയും, നാളെ പറയും എന്നെ പ്രപ്പോസ് ചെയ്യും, ഇപ്പൊ പ്രപ്പോസ് ചെയ്യാൻ പോവാണ് എന്നിങ്ങനെ വിചാരിച്ചുകൊണ്ടിരുന്ന അങ്ങനെ വിചാരിച്ചുകൊണ്ടേ ഇരിക്കലേ ഉണ്ടാവുള്ളൂ. അത് പല സ്ത്രീകളും ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് ആണെന്നാണ് ഹാർവി പറയുന്നത്. ഒരു വിവാഹം നിങ്ങൾ ശരിക്കും ആ പുരുഷനിൽ നിന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നേരെ ചോദിക്കുക, നിന്റെ പരിപാടി എന്താ, നീ എന്നെ കല്യാണം കഴിക്കാൻ വിചാരിക്കുന്നുണ്ടോ? അപ്പോ അവൻ ഒന്നിരുന്ന് ആലോചിക്കും, ഇവളെ തന്നെ വേണോ, ഇവളെ തന്നെ കല്യാണം കഴിക്കണോ, അതോ ഇത് ടൈം പാസ് ആയിട്ട് എടുത്താൽ മതി എന്നുള്ളത് അപ്പോഴാണ് ചിന്തിക്കുക. അങ്ങനെ തീർച്ചയായിട്ടും ഈ പെൺകുട്ടിയെ തന്നെയാണ് കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നത് എങ്കിൽ അയാള് യെസ് പറഞ്ഞിരിക്കും. പക്ഷെ അല്ലാത്തിടത്തോളം അയാള് അതിന് യെസ് പറയില്ല. അങ്ങനെ സാധാരണ ഒരു പെൺകുട്ടിയും അങ്ങോട്ട് എന്നെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് തുറന്നു പറയൂ എന്നൊരിക്കലും പറയാറില്ല. റസീന മാം പറഞ്ഞ പോലെ ആ പ്ലാൻ എന്താ എന്നുള്ളതാണ് നമ്മൾ ആദ്യം അന്വേഷിക്കേണ്ടത്. അത് പ്ലാനിന് റസീന മാം പറഞ്ഞ ഒരു മീനിങ് ഫിസിക്കൽ ഒരു കണക്ഷനാണ് പറഞ്ഞത്. പക്ഷെ ആ റിയൽ ഡയറക്റ്റ് മീനിങ്ങിലും നിങ്ങളുടെ പ്ലാൻ എന്താ എന്ന് ചോദിക്കുക. നിങ്ങൾ കല്യാണം കഴിക്കാനുള്ള എൻ്റെ മേലെ ഇൻവെസ്റ്റ് ചെയ്ത് നടക്കണം എന്നില്ല. നിങ്ങൾക്ക് റിയലി ഇഫ് യു വോണ്ട് ടു മാരി മീ സേ യു ക്യാൻ ഇൻവെസ്റ്റ് മോർ എന്നുള്ള രീതിയിൽ ആയിരിക്കണം. അങ്ങനെയാണ്. അല്ലാതെ ആ ഒരു ചോദ്യം വന്നെങ്കിൽ മാത്രമേ അയാൾക്ക് ഒരു പ്രഷർ ഫീൽ ചെയ്യുള്ളൂ. അത് ഒരു സ്ത്രീക്കാണെങ്കിൽ ഈ ബന്ധം മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ എനിക്ക് വിവാഹം വേണം എന്ന് വളരെ ക്ലാരിറ്റിയോടുകൂടി അതങ്ങോട്ട് പറയുക. അപ്പൊ അയാൾ സീരിയസ് ആണെങ്കിൽ മുന്നോട്ട് വരും. അല്ലാതെ വെറുതെ സമയം കളഞ്ഞ് നടക്കണം എന്നില്ല എന്നർത്ഥം. ലാസ്റ്റ് ചാപ്റ്ററിൽ എല്ലാവരും തന്നെ പറഞ്ഞ കാര്യങ്ങളുടെ ഒരു ഓവറോൾ ആയിട്ടുള്ള ഒരു ക്രീമി ആയിട്ടുള്ള ഒരു ലെയറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ക്വിക്ക് ആൻസേഴ്സ് ടു ക്വസ്റ്റ്യൻസ് യു ഹാവ് ഓൾവേസ് വാണ്ടഡ് ടു ആസ്ക്. നിങ്ങൾ എപ്പോഴും ചോദിക്കാൻ ആഗ്രഹിക്കുന്ന കുറെ ചോദ്യങ്ങൾ. അതൊരു ഫ്രണ്ട്ലി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആൻസർ ചാപ്റ്റർ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഞാൻ സത്യസന്ധമായിട്ട് പറഞ്ഞാൽ ഞാൻ മുഴുവനായിട്ടും വായിച്ചില്ല ആ ചാപ്റ്റർ. കാരണം അത് വളരെ ഈസി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അത് മുഴുവനും വായിക്കണ്ട, കുറച്ച് വായിച്ചപ്പോൾ തന്നെ ഇതൊക്കെ തന്നെ ആയിരിക്കും എന്നുള്ള ഒരു ഇതിലാണ് ഞാൻ അതിന്റെ സമ്മറി അങ്ങോട്ട് തന്നത്. ഒരു ഫ്രണ്ട് ഇരുന്ന് സംശയങ്ങൾ ചോദിക്കുന്ന പോലെയാണ് ഇതില് ഹാർവി ചോദ്യങ്ങൾ ചോദിച്ചിരുന്നത്. അപ്പോൾ ഒന്ന് ഇപ്പൊ പറഞ്ഞ പോലെ നീ സീരിയസ് ആണോ റിലേഷൻഷിപ്പില് എന്നുള്ളത് ചോദിക്കുക. അല്ല ഇനി ഫാമിലി ആയി എങ്കിൽ ഈ ഫാമിലി ബോണ്ടിങ്ങിൽ നീ സീരിയസ് ആണോ, ആസ് എ ഹസ്ബൻഡ് ആർ യു സീരിയസ് എന്ന് നേരിട്ട് ചോദിക്കാം. ഇപ്പൊ ഉഷ മാം പറഞ്ഞതും ഇതേപോലത്തെ ചോദ്യങ്ങളാണ്. അപ്പൊ അവിടെ ഹാർവി പറയുന്നത് പുരുഷന് വാക്ക് മാത്രം പോരാ, അവിടെ ആക്ഷൻ ഇല്ല എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ ആക്ഷൻ വളരെ പ്രധാനമാണ്. അപ്പൊ ആക്ഷൻ ഉണ്ടെങ്കിലാണ് പുരുഷനത് മനസ്സിലാവുള്ളൂ. അതുകൊണ്ട് വെറുതെ വാക്കാലെ ചോദിച്ചതുകൊണ്ട് മാത്രം കാര്യമില്ല. അപ്പൊ സ്ത്രീകൾ വിചാരിക്കുന്നത് എന്താ, ഇവൻ സീരിയസ് ആണോ, ഇവൻ വെറുതെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുന്ന മാത്രമേ ഉള്ളൂ, ഇവൻ ഈ റിലേഷൻഷിപ്പിൽ സീരിയസ് ആണോ, വേറെ കല്യാണം കഴിക്കാനുള്ള ഒന്നും ഒരു കാണിക്കുന്നില്ലല്ലോ, എനിക്ക് കല്യാണം കഴിഞ്ഞാൽ ഇവനെ മാറ്റാൻ പറ്റുമോ എന്നൊക്കെ ഉള്ള പല പല ചോദ്യങ്ങളും നമ്മുടെ മനസ്സിൽ ഉണ്ടാവും. പക്ഷെ പുരുഷനാണെങ്കിലോ നേരെ തിരിച്ചാണ് ചിന്തിക്കുക. വർത്തമാനത്തെക്കാൾ കൂടുതൽ ആക്ഷൻസ് നോക്കും. അവൻ ഫ്യൂച്ചറിൽ നിങ്ങൾ ഇൻക്ലൂഡഡ് ആണോ എന്നുള്ളത് വളരെ ക്ലാരിറ്റിയോടുകൂടി പറയാനായിട്ട് സാധിക്കും. ഇപ്പൊ നേരത്തെ ഉഷ മാം പറഞ്ഞതാണ്, റെസ്പോൺസിബിലിറ്റി എടുക്കുന്നുണ്ടോ, അത് ഫ്യൂച്ചറിൽ ഇയാളെ ഇൻക്ലൂഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടോ, ഇതൊക്കെ വളരെ
ഇങ്ങനത്തെ കുറെ ക്വസ്റ്റ്യൻസ് ആണ് അതിൽ ചോദിച്ചിരിക്കുന്നത്. സത്യത്തില് ഞാൻ ആ തുടക്കത്തിലെ 2-3 പേജസേ വായിച്ചുള്ളൂ, ബാക്കി വായിച്ചില്ല. സ്ത്രീയുടെ ഏറ്റവും വലിയ പവർ എന്ന് പറയുന്നത് സെൽഫ് റെസ്പെക്റ്റ് ആണ്. ആ സെൽഫ് റെസ്പെക്റ്റ് ആൻഡ് ലവ്, ഇത് രണ്ടുമാണ് സ്ത്രീയുടെ 2 ആയുധങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. മൂന്നാമത് നമുക്ക് ആഡ് ചെയ്യാം കമ്പാഷൻ. അതും കൂടി സ്ത്രീക്ക് ഏറ്റവും പ്രധാനമാണ്. പക്ഷെ പുരുഷന് അങ്ങനെയല്ല. പുരുഷൻ കുറച്ചും കൂടി ആക്ഷൻ ഓറിയന്റഡ് ആയിട്ടുള്ള ഒരാളാണ്. ആളുടെ ഇപ്പൊ പ്രോബ്ലം സോൾവിങ്ങിനാണെങ്കിലും എല്ലാത്തിനും ആക്ഷനാണ്. വാക്ക് പറഞ്ഞ് ഇങ്ങനെ കുറെ പരത്തി, ഇപ്പൊ 7000 വാക്കിന്റെയും 20,000 വാക്കിന്റെ ആ ഒരു ഡിഫറൻസ് ഉണ്ടല്ലോ. അപ്പോൾ ഈ 13,000 വാക്കും പറഞ്ഞു തീർത്തിട്ടേ ആക്ഷൻ വരുള്ളൂ എന്നല്ല, അവിടെ നിന്ന് ഇമ്മീഡിയറ്റ് ആക്ഷൻ ആയിരിക്കും ഉണ്ടാകുക. അപ്പോൾ ഇങ്ങനെയാണ് 3 ചാപ്റ്റേഴ്സ് പറഞ്ഞത്. ഞാൻ വളരെ പെട്ടെന്ന് പറഞ്ഞു തീർത്തു, കാരണം ഓൾറെഡി 9:15 ആവാറായി. ഓക്കെ, താങ്ക് യു. താങ്ക് യു മാം, താങ്ക് യു ബീന മാം. ശരിക്കും പറയുകയാണെങ്കിൽ ഡിസ്കഷൻ പോയതുകൊണ്ടാണ് ഇങ്ങനെ, ഈ ഒരു ഇൻട്രസ്റ്റിംഗ് ബുക്ക് ആയതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഡിസ്കഷനിൽ ഇങ്ങനെ പോകുന്നത്. ഇപ്പൊ ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ, സെൽഫ് റെസ്പെക്ട് ഉള്ള ഒരു സ്ത്രീ ഡയറക്റ്റ് ആയിട്ടുള്ള ചോദ്യം, നിന്റെ ഉദ്ദേശം എന്താണെന്ന് ചോദിക്കാൻ കഴിവുണ്ടെങ്കിൽ ഈ നാട്ടിൽ അബ്യൂസുകളൊന്നും നടക്കില്ല. പിന്നെ റസീന മാം പറഞ്ഞതിനെ ചേർത്ത് വെക്കുകയാണ്, അതിനെന്ത് വേണം? ആ സ്ത്രീക്ക് ആ വാല്യൂ വേണം, അല്ലേ? ആ സ്ത്രീക്ക് ആ വാല്യൂ എവിടെ നിന്ന് കിട്ടും? എവിടുന്നാ കിട്ടുക? അവളുടെ ഫാമിലിയിൽ നിന്നാണ് കിട്ടുക, അല്ലേ? അപ്പൊ ഇത് തിരിച്ച് നമ്മുടെ ഫാമിലിയിലോട്ട് തന്നെ വന്നു, പേരന്റിങ്ങിലോട്ട് വന്നു. ആ വാല്യൂ ഇൻകൾക്കേറ്റ് ചെയ്ത ഒരു സ്ത്രീ തീർച്ചയായിട്ടും ചോദിക്കും, നിന്റെ പ്ലാൻ എന്താണ്, നീ എന്തിനാണ് ഇങ്ങനെ നടക്കണേ, അല്ലെങ്കിൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാര്യം തീർന്നു. ഇത് ചോദിക്കാത്തതുകൊണ്ടാണ് നമ്മൾ ഈ കേൾക്കുന്ന എല്ലാ സംഭവങ്ങളും നമ്മുടെ നാട്ടിലുണ്ടാവുന്നത്. ഇപ്പൊ സമയം അതിക്രമിച്ചിരിക്കുന്നു, എന്നാലും അല്ല ഉഷ, എന്നാലും ഇത് കേട്ടിരിക്കുന്നവർക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് സമയം കൂടി ഒന്ന് സ്പെയർ ചെയ്യാന്ന് എനിക്ക് തോന്നുന്നു. ബുക്ക് വായിച്ചതോ അല്ലെങ്കിൽ കേട്ടതോ ആയിട്ടുള്ള ആർക്കെങ്കിലും എന്തെങ്കിലും ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ ഷെയർ ചെയ്യാം. ആരും ഒന്നും, കുട്ടികളാരും മിണ്ടുന്നില്ല എന്ന് പറയണ പോലെ. കുട്ടികളൊന്നും വിടുന്നില്ല, ഉമ്മയുണ്ട്. ലേഡി എന്നുള്ളതിന് പകരം തിങ്ക് ലൈക്ക് എ മാൻ ആയിട്ട് ഇരിക്കുകയാണ്. ആക്ഷൻ ഓറിയന്റഡ് ആവട്ടെ. ആക്ട് ലൈക്ക് എ ലേഡി, അല്ലേ? ആക്ട് ലൈക്ക് എ മാൻ എന്നാണ് പറഞ്ഞത്. ആരൊക്കെയോ മൈക്ക് ഓൺ ചെയ്യുന്നു. അത് ഉമ്മ ഓൺ ചെയ്തിട്ടുണ്ട്. എന്നെ ആലിസ് മാം വിളിച്ചപ്പോ പിന്നെ ഞാൻ പറയാന്ന് വിചാരിച്ചു. എല്ലാവരുടെയും വോയിസ് കേട്ടിരുന്നു, നല്ല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്തു. ഒരു ബുക്ക് വായിച്ചൊരു ഫീൽ ആയിരുന്നു എല്ലാവരുടെയും ഓഡിയോ കേട്ടപ്പോ. പിന്നെ എന്താ പറയാ, എല്ലാവരും പറഞ്ഞ അഭിപ്രായം തന്നെയാണ്. ഇത് അത്യാവശ്യം എല്ലാവരും വായിച്ചിരിക്കേണ്ട ബുക്കാണ്. നമുക്ക് ലൈഫിൽ ഒത്തിരി പ്രാക്ടിക്കലി യൂസ് ചെയ്യാൻ പറ്റുന്ന കുറെ കാര്യങ്ങൾ ഇതിനകത്ത് പറയുന്നുണ്ട്. ഇനി ഇതിൽ കൂടുതൽ ഞാൻ എന്ത് പറയാൻ എനിക്കറിയില്ല. Everybody did a great job. ഇതിനകത്ത് പെൺകുട്ടികളുള്ള അമ്മമാരുണ്ടെങ്കിൽ ഈ ബുക്കിന്റെ ഓഡിയോയും അല്ലെങ്കിൽ ഈ ബുക്ക് ഒന്ന് വായിക്കാൻ കൊടുക്കണം, നന്നായിരിക്കുന്ന എന്റെ ഒരു സജഷൻ. കാരണം ഇത് നമ്മള് ഞാനത് ഓർത്തായിരുന്നു, ബുക്ക് വായിച്ച എന്റെ 2 പെമ്പിള്ളേർക്കും അത് വാങ്ങിച്ചു കൊടുക്കണമെന്ന് ആലിസ് മാം അത് പറഞ്ഞു. ഞാൻ എല്ലാവരുടെ മുന്നിൽ അത് പറയണ്ടല്ലോ വിചാരിച്ചു മിണ്ടാതിരുന്നതാ. ഞാൻ ഉമ്മ ഇത്രയും പറഞ്ഞപ്പോ എനിക്ക് അറിയാവുന്നതുകൊണ്ട് ഞാൻ പറയുകയാണ്. അതുപോലെ തന്നെയാണ് നമുക്ക് അറിയാവുന്ന ആൾക്കാർക്കൊക്കെ ഒന്ന് റെഫർ ചെയ്ത് കൊടുക്കുക എന്ന് വെച്ചാൽ പെൺകുട്ടികൾക്ക് ശരിക്കും പറയാൻ പെൺകുട്ടികൾക്ക് വായിച്ചിരിക്കേണ്ട ഒരു ബുക്കാണിത്. അല്ല, ശരിക്കും ഇതിലിങ്ങനെ ആ വേർഡിങ്സ് നോക്കണം. അതായത് ഒരു പുരുഷൻ നമ്മളെ ടച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ടച്ച് കൈ അവിടെ പിന്നെ സസ്റ്റെയിൻ ചെയ്ത് പോകണോ അത് അവിടുന്ന് നീക്കണോ എന്നുള്ള ചോയ്സ് ഇരിക്കുന്ന, ഇറ്റ് ഇസ് ഇൻ യുവർ ഹാൻഡ് എന്ന് പറഞ്ഞിട്ട് ആ ചോയ്സ് ഇങ്ങനെ വലിയ ലെറ്റർ ആയിട്ടാണ് എഴുതിയിരിക്കുന്നത്. അത്രയും പവർ നിങ്ങളുടെ കയ്യിലുണ്ട്, പ്ലീസ് യൂസ് ഇറ്റ് എന്നാണ് സ്റ്റീവ് ഹാർവി നമുക്ക് പറഞ്ഞു തരുന്നത്. ആ ബൗണ്ടറീസ് സെറ്റ് ചെയ്യണതിന്റെ. ഇന്ന് ഇങ്ങനെ വീഡിയോ കാണുന്നതിന്റെ ഇടയില് മറ്റേ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ ഇങ്ങനെ വരുന്ന ഫിസിക്കൽ അബ്യൂസിനെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾ ഭയങ്കരമായിട്ട് ബഹളം വെക്കേ, അല്ലെങ്കിൽ നമ്മൾ പറയില്ലേ സെഫ് ടിപ്പിന് യൂസ് ചെയ്യേ, അതൊന്നും വേണ്ട. തിരിഞ്ഞ കണ്ണിലേക്ക് ഒരു നോട്ടം മതി, പിന്നെ അവരൊന്നും ചെയ്യില്ല എന്ന് പറഞ്ഞൊരു സംഭവം എനിക്കിങ്ങനെ ഇപ്പൊ പറഞ്ഞപ്പോ അത് ഓർമ്മ വന്നു. നമ്മുടെ റെസ്പോൺസ് എങ്ങനെയായിരിക്കും? നമ്മൾ മിണ്ടാതിരിക്കുമ്പോ അവർക്കത് ചെയ്യാനുള്ള എൻകറേജ്മെന്റ് കൊടുക്കുക. ഒന്നും പറയാണ്ട് തിരിഞ്ഞു നിന്ന് അയാളുടെ കണ്ണിലേക്ക് ഒരു നോട്ടത്തിൽ അതെല്ലാം തീരും. ബഹളം വെക്കേ നാട്ടുകാരെ അറിയിക്കുകയെങ്കിലും ഒന്നും ആവശ്യമില്ല.
എങ്ങനെ റെസ്പോണ്ട് ചെയ്യണം എന്നുള്ളതും കൂടെ എനിക്കത് ഓർമ്മ വന്നു. ഫസ്റ്റ് സ്റ്റെപ്പ് ഉമ്മ പറഞ്ഞ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് അതാണ്, ആ നോട്ടം. അതിൽ കൊണ്ടില്ലെങ്കിൽ മതി അടുത്ത സ്റ്റെപ്പിലോട്ട് നമ്മൾ പോകാനായിട്ട്. മിക്കതും അവിടെ തീരും. പിന്നെ നമുക്ക് തുറന്നു പറയാനുള്ള എനിക്കിത് ഇഷ്ടമല്ല, ഈ പറയുന്ന കേൾക്കാൻ എനിക്ക് ഇഷ്ടമല്ല എന്ന് പറയാനുള്ള ഊർജം നമ്മുടെ കയ്യിൽ വേണം. അതെ, നമ്മുടെ ദിവ്യ സയ്യർ മാം പറയണത് പോലെ തന്റെ ഇടി എന്നുള്ളതിന്റെ അർത്ഥം നമുക്ക് പറഞ്ഞു അല്ലെ. തന്റെ ഇടം അറിയുന്നവൾ എന്ന നല്ല അർത്ഥമാണ് അതിന്റെ. മാഡം പറയുന്ന ഒരു കാര്യം, പാവം കുട്ടി എന്ന് പറയുന്നത് ദാറ്റ് ഇസ് നോട്ട് എ കോംപ്ലിമെന്റ്. പാവമാവരുത്. അതായത് ആ ഒരു സെൽഫ് റെസ്പെക്ട് ആൻഡ് സെൽഫ് വർത്ത്, യു ഡിസേർവ് ഇറ്റ് ആൻഡ് യു ഏൺ ഇറ്റ് വിത്ത് യുവർ ആക്ഷൻസ്. പാവങ്ങളെ ആർക്ക് വേണം? അതെ. അപ്പൊ ഇനി ഒരു ഓപ്ഷനും കൂടി കൊടുക്കാം. ആർക്കെങ്കിലും ഒരു ഫീഡ്ബാക്ക് പറയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഒരു അവസരം കൂടി തരാം. അപ്പൊ അവരെ അൺമ്യൂട്ട് ചെയ്യണതിന്റെ ആ ഒരു ഗ്യാപ്പില് ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുകയാണ്, ഇനി നെക്സ്റ്റ് മന്ത് എന്ന് പറയുന്നത് പ്രചോദന ബുക്ക് ക്ലബിന് വളരെയധികം പ്രിയപ്പെട്ട ഒരു മന്ത് ആണ്. കാരണം വി ആർ ഗോയിങ് ടു സെലിബ്രേറ്റ് അവർ 5th ആനിവേഴ്സറി. ഈ ജൈത്രയാത്ര നോളജിന്റെ, അതും എന്താ എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് ആണ് ഇവിടെ നടക്കുന്നത്. റീഡിങ് മാത്രമല്ല, ഓരോരുത്തരുടെ എക്സ്പീരിയൻസും കൂടി മേർജ് ചെയ്ത് വായിക്കുന്നു, ഓഡിയോ ഷെയർ ചെയ്യുന്നു, നമ്മളത് ഡിസ്കസ് ചെയ്യുന്നു. ഈ ഡിസ്കഷൻ നമ്മൾ ഒരു റെക്കോർഡിംഗ് ആയിട്ട്, ഒരു ആധാരമായിട്ട് നമ്മൾ സമൂഹത്തിലേക്ക് വെക്കുകയാണ്. ബുക്ക് വായിച്ചില്ലെങ്കിലും ഈ ഡിസ്കഷൻ, ഇതിലെ കണ്ടന്റ് ഒരുപാട് പേരിലേക്ക് എത്തി നമ്മുടെ ലൈഫ് കുറച്ചുകൂടി ബെറ്റർ ആക്കാനായിട്ട് ഉള്ള ഒരു പരിശ്രമമാണ് ഈ പ്രചോദന ബുക്ക് ക്ലബ് എന്ന് പറയുന്നത്. അതിന് ഈ ബുക്ക് ക്ലബിലെ ഓരോ മെമ്പേഴ്സിനോടും നമ്മൾ നന്ദി പറയാണ്. ബുക്ക് ക്ലബ്ബ് എന്നുള്ള ആശയം തുടങ്ങി തന്ന പുതുശ്ശേരി അച്ഛന്റെ ബുക്കാണ് നമ്മൾ ഈ മാസത്തെ ബുക്കായിട്ട് സെലക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അച്ഛൻ തന്നെ നമ്മുടെ 5th ആനിവേഴ്സറിക്ക് വന്ന് നമ്മളെ ബ്ലെസ് ചെയ്യും. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും തന്നെ അതിൽ പങ്കെടുക്കണമെന്ന് റിക്വസ്റ്റ് ചെയ്യാണ്. അപ്പൊ ആരും മൈക്ക് ഓൺ ചെയ്യാത്ത സ്ഥിതിക്ക് നമുക്ക് സൈൻ ഓഫ് ചെയ്യാം. ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ ഉഷ, അടുത്ത മാസം മുതലാണ് നമ്മൾ പുതിയ മെമ്പർഷിപ്പ് എടുക്കുന്നത്. അപ്പൊ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ, ഇതിലില്ലാത്തവര് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളെ അറിയിക്കുക. അതിന്റെ പ്രൊസീജിയർ എന്താണെന്ന് വെച്ചാൽ പറയാം. ഓക്കെ, താങ്ക് യു. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്.